നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം വളരെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ സവിശേഷമായ ഒരു കാരണം കൂടിയുണ്ട്. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഒരു അഭിപ്രായം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗായകൻ യേശുദാസിനെ പ്രവേശിപ്പിക്കണം. ഇതിനുവേണ്ടി ശിവഗിരി മഠം തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് മുന്നിൽ പ്രക്ഷോഭം നടത്തുമെന്നും ഇക്കാര്യത്തിൽ സർക്കാരും കേരളീയ സമൂഹവും ഇടപെടണമെന്നും മുമ്പും ശിവഗിരി മഠം ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. കേരളീയ സമൂഹത്തിൽ പലതവണ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള വിഷയം കൂടിയാണ്. ഏത് ഗുരുവായൂർ ഭക്തനെ സംബന്ധിച്ചും അവൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന 10 പേരുകൾ എടുത്താൽ 10 പാട്ടുകൾ എടുത്താൽ അതിൽ 8 പാട്ടുകളും പാടിയിട്ടുണ്ടാവുക യേശുദാസ് തന്നെയാവും. ഗുരുവായൂരപ്പനെ അത്രത്തോളം ഭക്തിയോടുകൂടി ഗായകൻ എന്നതിനപ്പുറത്തേക്ക് ഗുരുവായൂരപ്പനെ ഭക്തിയോടുകൂടി കാണുന്ന ഒരു ഗായകൻ കൂടിയാണ്, ഒരു ഭക്തൻ കൂടിയാണ് ശ്രീ മലയാളത്തിൻ്റെ എല്ലാ കാലത്തെയും അഭിമാനമായ ശ്രീ യേശുദാസ്. ഒരിക്കൽ അദ്ദേഹം ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന പാട്ടുപാടി ഒരു വേദിയിൽ നിന്ന് കരഞ്ഞ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പൂച്ചയായോ പ്രാണിയായോ പാറ്റയായോ ജനിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ കഴിയുമായിരുന്നുവെന്ന് അദ്ദേഹം ഒരിക്കൽ സങ്കടത്തോടുകൂടി പറയുന്നതും നാം കേട്ടതാണ്. ഈ അനീതി ഇനിയെങ്കിലും നമ്മൾ തിരുത്തേണ്ടതാണ്. എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഭക്തരെ വിലക്കുന്നത്? അത്തരമൊരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ, അത്തരമൊരു അനാചാരം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇടതു സർക്കാർ ഭരിക്കുന്ന കാലത്തെങ്കിലും തിരുത്തേണ്ടതാണ്. പുരോഗമനം വാക്കുകളിൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടി വരുത്താൻ കേരളീയ സമൂഹത്തിനും ബാധ്യതയുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കരുനാഗപ്പള്ളിയിൽ നിന്നും ശ്രീ കൃഷ്ണനാണ്. ശ്രീ കൃഷ്ണൻ, എത്രയോ കാലമായി കേരളം ചർച്ച ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റിന് സ്വാമി സച്ചിദാനന്ദയ്ക്ക് പറയേണ്ടി വരുന്നു, ഞങ്ങൾ അവിടെ പ്രക്ഷോഭം നടത്തുമെന്ന്. കേരളം ഈ അനീതി ഇനിയെങ്കിലും തിരുത്തേണ്ടതല്ലേ? യേശുദാസിനെ പോലെ പരമഭക്തനായ ഒരാളെ ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കുന്നുവെങ്കിൽ, ആ കൊടും അനീതി നടക്കുന്നുവെങ്കിൽ അത് തിരുത്തേണ്ട കാലം എന്നേ കഴിഞ്ഞില്ലേ? തിരുത്തേണ്ട കാലം എന്നേ കഴിഞ്ഞു, ശരി ചേട്ടാ. പക്ഷെ അത് യേശുദാസ് ചേട്ടനോട് ചോദിക്കണം, അദ്ദേഹം അമ്പലത്തിൽ കയറാൻ തയ്യാറാണെന്ന്. ഒന്ന്, ശ്രീകൃഷ്ണൻ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ എന്ന വ്യക്തി മാത്രമല്ല പരമഭക്തരായ എല്ലാ മനുഷ്യർക്കും കയറാൻ അനുവാദം കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭക്തിയോടുകൂടി വരുന്നവരുടെ അവസാന നിരയിലായിരിക്കും ഞാൻ ഉണ്ടാവുക, ഏറ്റവും അവസാനക്കാരനായി ഞാൻ കയറിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. ശരിയാ, അദ്ദേഹം പറഞ്ഞത് ഞാനും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണത്, അനീതിയാണ്. ശരിയാണ്. ഭക്തനായ ഒരു മനുഷ്യൻ അദ്ദേഹം പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ കൃഷ്ണനെ അറിയാതെ എന്റെ കൃഷ്ണ എന്ന് ഞാൻ വിളിച്ചു പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. അത്രയും നല്ല സുന്ദരമായ പാട്ടാ. പക്ഷെ എല്ലാ ജാതിയിലും ഉണ്ട് ചേട്ടാ. ഈ ഓരോ ജാതിയിലും അനീതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം KPMSകാരനെ ഈഴവന് കണ്ടുകൂടാ, നായർക്ക് പൊലേനെ കണ്ടുകൂടാ. അങ്ങനെ ഞാനൊരു പട്ടികജാതിക്കാരനാണ്. എന്റെ നാട്ടിൽ ഞാനൊരു പട്ടികജാതിക്കാരനാണ്. പഞ്ചായത്തിന്റെ ഒരു അപേക്ഷ കൊടുത്തിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താ പറയാ, അടുത്തിരിക്കുന്ന ജാതിക്കാരൻ ഇപ്പം ഈ ശിവഗിരി ജാതിയും മതവും ഒക്കെ ഇല്ല എന്നൊക്കെ നമ്മൾ പുറമേക്ക് പറയുമ്പോഴും ജാതി ബോധമൊക്കെ പേറുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷെ ഇപ്പം രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഗുരുവായൂർ ഞാൻ ചെന്നിട്ട് ഞാൻ പുറത്ത് നിൽക്കേണ്ട ഒരു സമയം വന്നു. കാരണം ഈ വരുന്ന ആൾക്കാർ VIP-കളാണെങ്കിൽ ആദ്യം അവരെ കയറ്റിവിടുന്നു. നമ്മൾ ഈ പുറകെ നിൽക്കുന്ന കാണാതിരിക്കാനാണോ എന്തോ നമ്മൾ പുറകെ നിൽക്കത്തുള്ളൂ. ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്ത് ചെന്നതാ, എനിക്ക് അന്ന് ദർശനം കാണാൻ പറ്റില്ല. എന്തോ അന്ന് അവിടെ VIP വന്നു, ഒരു സിനിമാറിന് വഴി വന്ന് അദ്ദേഹത്തെ ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തി. നമുക്ക് ഒഴിഞ്ഞിരിക്കേണ്ടതുള്ളത്. വടക്കേന്ത്യയിൽ നിന്നൊരു മന്ത്രി വന്ന്, അല്ലെ കേരളത്തിൽ നിന്നൊരു മന്ത്രി വന്ന്. ഇപ്പം ഓരോരുത്തർ പറയുന്നത് എന്തോ അറിയോ, ഈ ജാതി വ്യവസ്ഥയുണ്ടെന്ന്. പക്ഷെ ഈ പീഠം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മുടെ ഈ ദേവീയ കലാപീഠം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ തന്നെ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും പുറയിലിരുത്തുന്ന ആൾക്കാരുണ്ട്. അനുഭവമുള്ളവർ പറഞ്ഞതാണ്. എവിടെയായാലും ശ്രീകൃഷ്ണൻ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കണം. കൃത്യമായി തന്നെ പറഞ്ഞാൽ നമുക്ക് വാർത്തയടക്കം നൽകാൻ തയ്യാറാണ് ഞങ്ങൾ. ഒരു കാരണവശാലും ജാതിയുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം. പകല് ഇതൊക്കെ വായിക്കുന്നവർ ഒരു കലാപീഠം ഇപ്പോൾ നമ്മളുണ്ടായ വിവാദമൊക്കെ നമ്മൾ കേട്ടതല്ലേ? കഴകക്കാരനായ ഒരു മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാൾ വന്നപ്പോഴേക്കും തന്ത്രിമാർ സമരം ചെയ്യുമെന്നൊക്കെ പറയുന്നത്. ഞാൻ ചെല്ലുമ്പോൾ വിളക്ക് കത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഭരിക്കുന്ന ദേവസ്വം വകുപ്പിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതിയുണ്ട്. ഈ ദേവസ്വം വകുപ്പ് പട്ടികജാതിക്കാരൻ ഭരിച്ചാലും, സുരേഷ് ഗോപി പറഞ്ഞ ശരിയാ, പട്ടികജാതിക്കാരൻ ഭരിച്ചാലും
താണയാതിക്കാൻ എപ്പോഴും താണ തന്നെ നടക്കണം. സുരേഷ് ഗോപിയുടെ കാര്യമൊന്നും പറയരുത്. സുരേഷ് ഗോപിയൊക്കെ ഉന്നത കുലജാതനായി ജനിക്കുന്നതിൽ അഭിമാനം കാണുന്ന ഒരാളൊക്കെയാണ്. ആ വകുപ്പ് ഉന്നത കുലജാതൻ ഭരിക്കണം എന്നൊക്കെ പറയുന്ന ആളാണ്. വന്നപ്പോ ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാ. എത്ര വലിയ പട്ടികാധികാരനാ ഭരിച്ചെങ്കിലും അവന്റെ ജാതിക്ക് യാതൊരു ആനുകൂല്യവും ഒന്നുമല്ല. അദ്ദേഹത്തിന്റെയൊക്കെ ഉള്ളിലെ ബോധമൊക്കെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, എനിക്ക് ശബരിമലയിലെ തന്ത്രി താഴ്മൺ കുടുംബത്തിൽ ജനിക്കണമെന്നൊക്കെ. ഈ വകുപ്പിൽ നടക്കുന്ന അഴിമതികളാ പറഞ്ഞത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീകൃഷ്ണൻ, നമുക്ക് അഴിമതിക്കൊക്കെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകളുടെ ഉള്ളിലുണ്ട്. അതിനെയൊക്കെ മാറ്റേണ്ടതുണ്ട്. ശ്രീ രാഘവനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ രാഘവൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിൽ ശിവഗിരി മഠം പോലെ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന രംഗത്ത് ഉജ്ജ്വല പ്രകാശം പരത്തുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ അധിപൻ തന്നെ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അത്രത്തോളം ഒരു നാണംകെട്ട അവസ്ഥയിൽ ഈ കേരളത്തിന് ഇങ്ങനെ തുടരേണ്ടതുണ്ടോ? ശ്രീ രാഘവൻ പറയാം. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശ്രീ ബാബുരാജാണ്. ശ്രീ ബാബുരാജ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ശശിധരൻ വയലാറാണ്. ചിലരുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ശശിധരൻ, കേരളത്തിൽ ഇപ്പോഴും നാണക്കേടാണ്. നമ്മൾ സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ക്രിസ്ത്യനായതിൻ്റെ പേരിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ യേശുദാസിനെ ഇപ്പോഴും അവിടെ പ്രവേശനം അനുവദിക്കുന്നില്ല. ഭക്തർക്ക് പ്രവേശനം അനുവദിക്കാത്ത ഒരു ആരാധനാലയം എന്ന് പറയുന്നത് തന്നെ ഈ പുതിയ കാലത്ത് വലിയ അനീതിയല്ലേ? ആദ്യമേ ഞാൻ നമസ്കാരം. ആദ്യമേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ യേശുദാസിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ആരും ഒരു ചാനലുകാരും പറയുന്നില്ല. ഈ ആളിനെ അറിയില്ല, അതെവിടെയാണെന്ന് അറിയില്ല, ആളുടെ ആരോഗ്യസ്ഥിതി അറിയില്ല. കേരളത്തിൽ ഇതുവരെയും ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അദ്ദേഹം അമേരിക്കയിലാണ് ജീവിക്കുന്നത്. കാണുന്നില്ല. കേരളത്തില് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും, വരേണ്ട അവസ്ഥ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ ഇത്രയും കഴിഞ്ഞില്ല. 90 അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവിക പ്രയാസങ്ങളാണ്. അങ്ങനെ യേശുദാസിന്റെ ആരോഗ്യത്തിന് നിലവിൽ ആശങ്കപ്പെടുത്തേണ്ട പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തെ ഗുരുവായൂരമ്പലത്തിൽ പ്രവേശിപ്പിക്കണമെന്നപ്പോ ഹിന്ദുക്കളിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് താല്പര്യമുണ്ട്, എല്ലാം ഉണ്ട്. അത് ശരി. പക്ഷെ ജാതീയ അവസ്ഥയെ പറ്റി പറയുമ്പം മറ്റൊരു കാര്യം പറയേണ്ടി വരും. അതായത് ഇപ്പൊ ഏത് ജാതിയിലാണ് ഐത്തമില്ലാത്തതെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്പൂതിരിക്ക്, ഞാൻ നായർ സമുദായത്തിൽ, നമ്പൂതിരിക്ക് നായർ സമുദായത്തോട് ഐത്തമുണ്ട്, നായർക്ക് ഈഴവരോടുണ്ട്, ഈഴവർക്ക് പുലയരോടുണ്ട്, പുലയരി വലിയ പുലയർക്ക് താഴ്ന്ന പുലയരോടുണ്ട്. അല്ലല്ല, അത് ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ്. മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിന് ഈ കഴകമൊക്കെ വേറെ ആൾ മാറി വന്നപ്പോഴേക്കും അവിടുത്തെ തന്ത്രിമാർക്കൊക്കെ വല്ലാതെ പൊള്ളുന്നത്. ഇതിനെ ഞാൻ പറഞ്ഞത് ആദ്യം ഇത് ഈ പറയുന്നവര് മാതൃക കുറെ കാണിച്ചു കൊടുക്കണം. ഞാൻ എന്റെ അനുഭവം പറയണത്, എനിക്ക് ഒരുപാട് വർഷത്തെ അനുഭവം. ഞങ്ങളുടെ രീതിക്കൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അറിയുള്ള ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഓരോ കുടുംബങ്ങളിലുണ്ട്. അതേസമയത്ത് അനുഭവത്തിൽ ഈ പറയുന്ന സമുദായം അതിന്റെ താഴെയുള്ളവരെ കയറ്റാൻ ഇപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല. അവിടെ പിള്ളേരോട് പറഞ്ഞിരിക്കുന്നത് പലരും തുറന്നു പറഞ്ഞു, മേൽജാതിയിൽ നിന്ന് അയച്ചു. ഒരു ജാതിയുടെ പേരിലും ഏതെങ്കിലും ഒരു ജാതി, ശ്രീ ശശിധരൻ, ഏതെങ്കിലും ഒരു ജാതിയുടെയും മുകളിലല്ല. മനുഷ്യന്റെ രണ്ട് ജാതിയേ ഉള്ളൂ. അത് പുരുഷനെന്നും സ്ത്രീ എന്നുമുള്ള രണ്ട് ജാതി മാത്രമാണ്. എല്ലാവരും അംഗീകരിക്കണം. അംഗീകരിക്കുക തന്നെയാണ് വേണ്ടത്. ആരുടെയെങ്കിലും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അവരെ തുടച്ചു മാറ്റാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഈ സമൂഹം മാറ്റിക്കണം. പലരും സ്റ്റേജ് കളിക്കാരുന്ന് പെട്ടിപ്രസംഗം നടത്തുന്നുണ്ട്. അവരവരുടെ കുടുംബത്ത് വരുമ്പോഴത്തേക്കും കാണിച്ച അനുഭവങ്ങൾ പലരും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ പൊതുവേദിയിലൊക്കെ പ്രസംഗിക്കുന്ന പല ആളുകളും സ്വന്തം കാര്യം വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവരല്ലേ മാതൃക ആദ്യം കാണിക്കേണ്ടത്? അവരല്ലേ? അതെ, എല്ലാവരും മാതൃക കാണിക്കേണ്ടവർ തന്നെയാണ്. ശ്രീ ശശിധരൻ, ഈ ഇവിടെ പത്രിക കീറുന്നത് 99% അതത് സമുദായത്തിൽപ്പെട്ടവരുടെ മാത്രമാണ്. അത് ശരിയല്ല. അതൊക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറണം. അത് പേടിയാണ് പിള്ളേർക്ക്. സ്നേഹിക്കണം അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പച്ചയ്ക്ക് അവർ തുറന്നു പറഞ്ഞു, വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ളത് സ്വീകരിച്ചു, പക്ഷെ അത് മേലായിരിക്കണം, താഴെയാകരുത്. അങ്ങനെ ഒരു ഗതികേടുണ്ട്. ശ്രീ സൈനദാസനാണ് കോഴിക്കോട്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇപ്പോഴും പരമഭക്തനായ യേശുദാസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഗുരുവായൂർ ക്ഷേത്രത്തിന് തന്നെ നാണക്കേടല്ലേ? നമസ്കാരം സർ. നമസ്കാരം. ഞാൻ പട്ടാളത്തിലെ ഒരു പാത്രത്തിൽ എല്ലാ മതസ്ഥരും കൂടി ഭക്ഷണം കഴിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ ഇത്രയും വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു നാടാണ് കേരളം. അപ്പോ ഒന്ന്
കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാവരും ഇങ്ങനെയുള്ള ഒരു മതത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ജാതിയെ പറ്റിയിട്ട് ആരെയും വന്നിട്ട് പിന്തിരിപ്പിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് തൊഴുക വേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ജാതി പറയരുത്. അദ്ദേഹം താടി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് വേഷം മാറിയാൽ മതി. എന്നാലും ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു വേഷം മാറി ഇപ്പോഴും എത്രയോ പേർ അങ്ങനെ പല ജാതിയിലും മതത്തിലും ഒക്കെ ഉള്ളവർ ഗുരുവായൂർ അമ്പലത്തിലല്ല പല ക്ഷേത്രങ്ങളിലും ഒക്കെ കയറുന്നുണ്ട്. അതൊന്നും ആരും അറിയുന്നില്ല. തെറ്റില്ല. ഗുരുവായൂരപ്പൻ ക്ഷമിക്കുന്ന ഞാൻ പറയുന്നത്. ഗുരുവായൂരപ്പന് ജാതി മതമൊന്നുമില്ല. ഗുരുവായൂരപ്പൻ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിന്റെ ഒന്നും സ്വന്തമൊന്നുമല്ല. ഗുരുവായൂരപ്പൻ ഒരു ദൈവത്തിനും ജാതി മതമൊന്നുമില്ല. ദൈവത്തിന് അങ്ങനെ നമ്മളെല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ഇന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. കാരണം മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റു പല കലഹങ്ങൾക്കും എന്നും കേട്ടോണ്ടിരിക്കുകയാണ്. അതൊന്നും ഇല്ലാതെ എല്ലാവരും, എല്ലാ മതക്കാരും നമ്മൾ ആ ഒരു സ്നേഹബന്ധത്തോടെയും നല്ല സഹോദര ബന്ധത്തോടെയും ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സൈനദാസൻ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? യേശുദാസിനെ പോലെ ഒരാളെ കയറ്റിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റുന്നത്? നമസ്കാരം. നമസ്കാരം. ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെ ദർശനത്തിന് കയറ്റാത്തതാണോ യേശുദാസിന്? അതെ, ഗുരുവായൂർ അമ്പലത്തിനകത്ത് യേശുദാസ് ഹിന്ദു മതത്തിൽ ജനിച്ച ആളല്ല എന്നതുകൊണ്ടാണ് കയറ്റാത്തത്. അത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ സാർ, ഹിന്ദുക്കൾക്ക്. അതങ്ങനെ, അതെ, ആ ബോർഡ് മാറ്റണമെന്നാണ് പറയുന്നത്. ഇത്തരം ഒരുപാട് ബോർഡുകൾ ഉണ്ടായിരുന്നു. അവർണർക്ക് പ്രവേശനം പാടില്ല എന്ന് പലയിടത്തും ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ്. അവർണനം ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത് സാർ. അതെന്താണ്? എന്താണ് യേശുദാസ് എന്താണ് ഒരു കുഴപ്പം? യേശുദാസ് വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്ത് വിശ്വാസത്തിന്റെ ഭാഗം? അവർണൻ സവർണൻ എന്ന് പറയുന്നൊന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഒരു അരനൂറ്റാണ്ട് മുമ്പ് വരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ക്ഷേത്രത്തിലൊക്കെ കയറ്റുമായിരുന്നു സാധാരണക്കാരായ മനുഷ്യരെ. പൊതുവേദിയാണെങ്കിൽ പ്രതികരിക്കാൻ അനുവദിക്കണം സാർ. താങ്കൾ പ്രതികരിച്ചോളൂ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവർണൻ സവർണൻ എന്നുള്ളതല്ല ഇതിന്റെ കാര്യം. ഇതിന്റെ കാര്യം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ ഗുരുവായൂർ പ്രവേശനം ഇല്ലെങ്കിൽ യേശുദാസിനെ പ്രവേശിക്കത്തില്ല. പിന്നെ ആരെയാണ് നിങ്ങൾ പ്രവേശിപ്പിക്കുന്നത്? കാര്യമില്ല. ഒരാൾ ജനിച്ചത് ഒരു മതത്തിലായതുകൊണ്ട് അയാൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവണമെന്ന് വല്ലതും ഉണ്ടോ? ഗുരുവായൂരപ്പനെ വിശ്വാസമുണ്ട്, യേശുദാസിന് വിശ്വാസമുണ്ട്. യേശുദാസ് പരമഭക്തനാണ്. യേശുദാസിന്റെ ഈ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളിൽ ഒരു 10 ഗാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 ഗാനവും പാടിയത് യേശുദാസാണ്. അതുകൊണ്ട് ആ യേശുദാസിനെ കയറ്റിയില്ലെങ്കിൽ പിന്നെ എന്തുവാണ് ആ ക്ഷേത്രത്തിൽ? എന്താണ് എന്ത് പുരോഗമനം, അല്ലെങ്കിൽ എന്താണ് അതിനൊരു ദിവ്യസ്ഥാനം എന്ന് പറയണമെങ്കിൽ ആ ഭക്തന്മാരെ എല്ലാവരും കയറ്റുകയല്ലേ വേണ്ടത്? ആ ദിവ്യസ്ഥാനത്തിന്റെ അർഹത ന്യൂസ് 18 താങ്കളും കൊടുക്കണ്ട. ന്യൂസ് 18 താങ്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. ഇല്ലില്ല, എല്ലാവർക്കും അവകാശമുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, കാര്യം നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ അവകാശമില്ല. ഞങ്ങൾക്ക് ഉറച്ച ഈ നാട്ടിലെ പൗരനാണെന്ന് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. എന്ത് ആചാരം? മാറാത്ത ഏത് ആചാരമാണുള്ളത്? ഏത് ആചാരമാണ് മാറാത്തത്? എത്ര അനാചാരങ്ങളെ ചവിട്ടിയെടുത്ത് പുറത്തു കളഞ്ഞില്ലേ? പല ആചാരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് മതവിശ്വാസത്തിന്റെ പേരിൽ. സാറിന്റെ ചാനലിൽ ഒന്ന് മാറ്റി താഴെ മാറണം. ഇങ്ങനെ ഒരുപാട് പേർ പറഞ്ഞിട്ടാണ് താല്പര്യത്തിനനുസരിച്ചുള്ള ചർച്ചയുണ്ടല്ലോ, അത് നടക്കാൻ പോകുന്നില്ല. അവിടെ പറഞ്ഞാൽ മാറും ഇതെല്ലാം, അതറിയാമോ? അവർണ സവർണല്ല ഇവിടെ വാദം. അവിടെ വാദം ആചാരത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ മേൽശാന്തിമാരെ ഒരു ജാതിക്ക് വേണ്ടിയൊക്കെ നീക്കി വെച്ചിട്ടില്ലേ? എന്താണ്? യേശുദാസ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഗായകനാണ്. ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഹൈന്ദവ ആചാരം ലംഘിച്ചുകൊണ്ട് ഗുരുവായൂർ ഹൈന്ദവ ആചാരമൊന്നും അല്ല ശ്രീ ബാലകൃഷ്ണൻ. ഹൈന്ദവർക്ക് അങ്ങനെ ആചാരം ഒരു വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. അവിടെ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത്. ക്ഷേത്ര ആചാരം എന്ന് പറഞ്ഞാൽ അത് ആചാരം തന്നെയാണ്. ആചാരമൊന്നും അല്ല ശ്രീ ബാലകൃഷ്ണൻ. എല്ലാ ആചാരവും താങ്കൾ പാർട്ടിയുടെ കൊടിയുമായിട്ട് കയറാനൊന്നും ധരിക്കേണ്ട. എല്ലാവരും താങ്കളുടെ എങ്കിൽ എനിക്കറിയാണ്ടാണ്. അങ്ങനെയൊക്കെ പാർട്ടിയുടെ കൊടികളുമായിട്ടൊക്കെ ഒരുപാട് പേർ കയറിയിട്ടാണ് ഇന്നിപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കയറുന്നത്. ആചാരം അത് ലംഘിക്കാൻ പറ്റത്തില്ല. താങ്കളെ പോലെയുള്ള പിന്തുണക്കാർ എല്ലാ കാലത്തും കാണും ശ്രീ ബാലകൃഷ്ണൻ. പറഞ്ഞിട്ട് സാറ് വെറുതെ പ്രയാസം ഉണ്ടാക്കണ്ട. ഒരു പ്രയാസവുമില്ല. ഇത്തരം ആചാരങ്ങളൊക്കെ മാറ്റേണ്ടി വരും ശ്രീ ബാലകൃഷ്ണൻ. അങ്ങനെ മാറ്റത്തില്ല. അതൊക്കെ മാറും. എല്ലാം മാറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ശ്രീ ബാലകൃഷ്ണൻ. അത് ദുഷ്ടലാക്കോടുകൂടിയ കാര്യങ്ങൾ. ദുഷ്ടലാക്കല്ല. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ വലിയ ആചാരങ്ങളൊക്കെ മാറ്റിയില്ലേ? അങ്ങനെ ആചാരം ഒരു ക്ഷേത്രത്തിലെ ആചാരപ്രകാരം അത് നടന്നില്ല. സ്ഥിരമായി മാറാത്ത ഒരു ആചാരവും ഇല്ലെന്ന്. മാറില്ല. ഇതൊന്നും ആചാരമല്ല, ചിലരുടെ ദുരാചാരമാണ്. അത് താങ്കളുടെ ചാനലിൽ തോന്നുന്നതാണെന്ന്. അത് ആർക്കല്ല, മനുഷ്യരായി ചിന്തിക്കുന്നവർക്കൊക്കെ തോന്നും. അത് മനുഷ്യന്മാർ എല്ലാവർക്കും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലേ സർ? അതിൽ മാറ്റേണ്ടത് മാറ്റണം.
ഗുരുവായൂർ അമ്പലത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെങ്കിൽ യേശുദാസിനെ കയറ്റത്തില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളെ പോലുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്. ഈ ആളുകളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കാലം മുന്നോട്ട് പോകുന്നത്. ശ്രീ ഇ കെ ബിനു ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഇ കെ ബിനു, ഇന്ന് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് തന്നെ സ്വാമി സച്ചാനന്ദ് തന്നെയാണ് പറയുന്നത് യേശുദാസിനെ പോലെ ഒരാളെ അവിടെ കയറ്റാതിരുത്തുന്നത് അനീതിയാണ്, അതിനെതിരെ പ്രക്ഷോഭം നയിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷനല്ലേ? അതെ. എന്തുകൊണ്ട് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിനകത്തും തടപ്പള്ളിക്കകത്തും കൂത്തമ്പലത്തിനകത്തും സോപാനത്തും ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ അവിടെ ശാന്തി കഴിക്കാനും കൊട്ടാനും അതുപോലെ നേദ്യം തയ്യാറാക്കാനും അവസരം കൊടുക്കുന്നില്ല? ശിവഗിരി മഠത്തിന്റെ അതിനെതിരെ ഒരു സമരം പറഞ്ഞോട്ടെ, ശിവഗിരി മഠത്തിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം അവിടെ നിൽക്കട്ടെ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളിലും അത് വേണമെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ശിവഗിരി മഠം എത്രയോ കാലമായി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹം പറഞ്ഞല്ലോ. കേവലം പറച്ചിലല്ലാതെ അതിനെന്തുകൊണ്ട് സമരം നടത്തുന്നില്ല? അതിനെതിരെ സമരം നടത്തേണ്ടത് നമ്മളാണ്. ആധ്യാത്മിക മേഖലയിൽ നിൽക്കുന്നവർ അത്തരം ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സമരം നടത്തേണ്ടത് നമ്മളാണ്. യേശുദാസിന് വേണ്ടി സമരം നടത്തേണ്ടത് യേശുദാസിനെ പോലുള്ള ആൾക്കാരല്ലേ? അല്ല, ശ്രീ ഇ കെ ബിനു, താങ്കൾ അടക്കമുള്ളവരാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ശിവഗിരി മഠം മുന്നോട്ട് ഇറങ്ങുന്നില്ല? ശിവഗിരി മഠത്തിന് മുന്നിട്ടിറങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഈഴവ സമുദായത്തിലും അതുപോലെ തന്നെ മറ്റു സമുദായങ്ങളിലും പെട്ടവർക്ക് ശ്രീകോവിലിൽ കയറാനും തടപ്പള്ളിയിൽ കയറാനും എത്രയോ തവണ ശിവഗിരി മഠത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കേവല അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരെന്തുകൊണ്ട് സമരം നടത്താൻ തയ്യാറല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ ബിനു, അവർ സമരം നടത്താൻ കഴിഞ്ഞ മാസവും ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തിയിരുന്നു. താങ്കൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേൽമുണ്ട് ധരിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്രങ്ങൾ കയറാവൂ എന്നുള്ളത് മാറ്റണം. അങ്ങനെ ആരെങ്കിലും ഞാനൊന്ന് പറയട്ടെ, എത്രയോ കാലമായി ശിവഗിരി മഠം പറയുന്നു, ശിവഗിരി മഠത്തിന്റെ എവിടെയെങ്കിലും ക്ഷേത്രങ്ങൾ തന്ത്രിമാരായി ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്, ആ പൂജ പഠിച്ച ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് അവിടെ പഠിപ്പിക്കാനൊരു പാഠശാല തന്നെയുണ്ട്. അവിടെ പഠിച്ചിറങ്ങുന്നവർ ഇന്ന് കേരളത്തിന്റെ വിവിധ സ്ഥലം അത്യപൂർവമെങ്കിലും ചില ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്രിമാരായി ഉണ്ട്. സുഹൃത്തെ, ശിവഗിരി മഠത്തിൽ പഠിച്ചിറങ്ങുന്നവര് SNDPയുടെ ക്ഷേത്രങ്ങളിലാണ് ശാന്തിക്കാര്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിലുമുണ്ട്. വളരെ കുറച്ച് അത് മാറ്റണമെന്നാണ് പറയുന്നത്. ഈ നാട്ടിലെ പറയനും പുലയനും തണ്ടാനും ഒക്കെ ക്ഷേത്രത്തിൽ ശാന്തിക്കാരായിരിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയാവാനുള്ള അവകാശമുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യ പൂജാരിയാനുള്ള അവകാശമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാവണില്ല? എന്തുകൊണ്ട് ഗുരുവായൂരാകുന്നില്ല? എന്തുകൊണ്ട് വടക്കുന്നാഥിലാകുന്നില്ല? എല്ലായിടവും വേണം, ഗുരുവായൂർ മാത്രമല്ല, അവിടെ എല്ലാം വേണം. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കാര്യം നോക്കല് അങ്ങനെയല്ലേ ശിവഗിരി മഠം ചിന്തിക്കേണ്ടത്? ശിവഗിരി മഠം എന്തായാലും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അവരൊരു ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിട്ടാണ് നമുക്ക്. ഇതേപോലെ മെക്കയിലും മദീനയിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതേ മതത്തിൽ നിന്നുകൊണ്ട് ഈ ഇതിന് പോകാൻ എന്താ പറയാ ഹജ്ജിന് പോകാൻ അവര് ആ രാജ്യം അവിടുത്തെ ഈ മത നിയമങ്ങൾ അതിനനുസരിച്ച് മാറ്റാൻ ശിവഗിരി മഠം ഇതുപോലെ പ്രക്ഷോഭം നടത്തും. ശിവഗിരി മഠമാണോ മെക്കയിലെയും മദീനയിലും കാര്യങ്ങളൊക്കെ കേരളത്തിലെ കാര്യവും ഇന്ത്യയിലെ കാര്യവുമല്ലേ അവർ പറയേണ്ടത്? യേശുദാസിന് വേണ്ടി ശിവഗിരി മഠത്തിന് തീർച്ചയായിട്ടും പ്രക്ഷോഭം നടത്താമെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ നേരത്തെ കാര്യം പ്രക്ഷോഭം നടത്താൻ അവർ തയ്യാറല്ലെങ്കിലും എന്തുകൊണ്ട് മക്കയിലെയും മദീനയിലെയും കാര്യത്തിൽ അഭിപ്രായം പറയാം. അവിടുത്തെ മറ്റൊരു രാജ്യത്തെ കാര്യത്തിനകത്ത് പ്രക്ഷോഭം നടത്തേണ്ടത് ഇവിടെയാണ്. അന്യരാജ്യ ഇവിടുത്തെ മോസ്കുകളിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം അവിടെ അത് വേണമെന്ന് തന്നെയല്ലേ അഭിപ്രായം? സ്ത്രീകൾക്ക് പ്രവേശനം പള്ളികളാലും കൊടുക്കണം. പള്ളികളാലും സ്ത്രീകളെ മാറ്റി നിർത്തുമെങ്കിൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് തുല്യമായ അവകാശം കൊടുക്കണം. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാം പറഞ്ഞാൽ ഇത് പറയാൻ പറ്റുമോ എന്നുള്ളതാണോ ബിനുവിന്റെ അഭിപ്രായം? അല്ല, ശിവഗിരി മഠം എന്തുകൊണ്ട് തുറന്നു? അല്ല, ഞാൻ ബിനുവിന്റെ അഭിപ്രായം എന്താണ്? ബിനുവിന്റെ അഭിപ്രായം എന്താണ്? യേശുദാസിന് ക്ഷേത്രത്തിൽ കയറണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് മാറിക്കൂടാ? എന്തിനാണ് ക്ഷേത്രത്തിൽ കയറുന്നതിന് ഹിന്ദു മതത്തിലേക്ക് മാറുന്നത്? ഹിന്ദുക്കളുടെ മാത്രം ദൈവമൊന്നുമല്ല ഗുരുവായൂരപ്പൻ. ശ്രീ ഗുരുവായൂരപ്പൻ അങ്ങനെ ഹിന്ദുവിന്റെ മാത്രം ദൈവമല്ല. ഒരു ഹിന്ദു ദൈവങ്ങളും ഹിന്ദുവിന്റെ മാത്രമല്ല, അത് എല്ലാ മനുഷ്യരുടെയുമാണ്. എന്തിനാണ് അങ്ങനെ മതം മാറുന്നത്? പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ശിവഗിരി മഠം ഇതിനിറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശിവഗിരി മഠത്തിന് ഈ രീതിയിലും ചെയ്തുകൂടാ? അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? ഒരു വ്യാജ കാര്യം എന്തിനാണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് വിശ്വാസം, അദ്ദേഹം ക്രൈസ്തവ മതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏത് ഹിന്ദു ദൈവത്തെയും കാണാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് ഹിന്ദുക്കൾക്കും തീർച്ചയായിട്ടും ഹജ്ജ് തീർത്ഥാടനത്തിന് മക്കയിലും മദീനയിലും ഹിന്ദുക്കളായിട്ട് നിന്നുകൊണ്ട് എന്തുകൊണ്ട് പോയിക്കൂടാ? ഏത് ക്ഷേത്രത്തിലും ഏത് ദൈവത്തിന്റെ അടുത്തും ഏത് വിശ്വാസിക്കും പോകാൻ അവകാശം വേണം തന്നെയാണ്. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ മെക്കയിലെയും മദീനയിലും കാര്യമല്ല പറയുന്നത്. താങ്കൾ കേരളത്തിലെ പള്ളികളിൽ കയറ്റണം എന്ന് പറഞ്ഞു, അത് പോസിറ്റീവായ നല്ല അഭിപ്രായം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മെക്കയിലെയും മദീനയിലെയും കാര്യമല്ലല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അത് കേരളം തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ നടത്തേണ്ടത്. മെക്കയിലെയും മദീനയിലെയും ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട്, ഈ നാട്ടിലുണ്ട്.
അതിനെന്താണ് കുഴപ്പം? നാട്ടിലുണ്ട്. ഈ ആൾക്കാരുടെ കാര്യം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവരുടെ കാര്യം താങ്കളോട് എത്ര തവണയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വളരെ തുടർച്ചയായി തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങളിലാണ് അവർ ഇടപെട്ടത്. ആ ഇടപെട്ട കാര്യത്തിനകത്ത് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അത് ഞാൻ അതിനുള്ള മറുചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, താങ്കൾ മറുചോദ്യം പറയുന്നല്ലാതെ ഗുരുവായൂരിൽ യേശുദാസിനെ കയറ്റേണ്ടത് ഒരു വിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തെ കയറ്റണമെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് ഹിന്ദു? അദ്ദേഹം ആ വിശാല വീക്ഷണം എന്തിനാ അദ്ദേഹത്തെ ഹിന്ദുവാ സ്വീകരിക്കണം? അതൊരു കള്ളത്തരമല്ലേ? അത് ഈ ആളുകൾ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറുന്നത് പോലെ ഒരു കള്ളത്തരമല്ലേ ഇത്? അല്ല, അങ്ങനെ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനാണ് പ്രധാനമെങ്കിൽ അത് അങ്ങനെ ഒരു പ്രധാനം അപ്രധാനം എന്നുണ്ടോ? താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് പരമശിവനാണോ പ്രധാനം, വിഷ്ണുവാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയാണോ? എനിക്ക് ഒരുപാട് ദൈവങ്ങളിൽ വിശ്വാസം കാണും. ഓരോരുത്തർക്കും ആരെയും ഇന്ന ദൈവത്തെ മാത്രം വിശ്വസിക്കാവുന്നൊന്നുമില്ല. സമാജം വഴിയോ മറ്റേതെങ്കിലും സംഘടന വഴിയോ അദ്ദേഹത്തിന് മതം മാറിയിട്ട് ഗുരുവായൂരപ്പനെ അദ്ദേഹത്തിന് മതം മാറുന്നത് മതം മാറ്റത്തിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ താങ്കൾ ആലോചിച്ചാൽ ഏത് ജാതിയിലേക്ക് മാറണമെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. അതൊക്കെ വരും. ശരി, ഓക്കെ ശ്രീ കെവിനും. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാനൊരു കീബോർഡ് ആർട്ടിസ്റ്റും കൂടിയാണ്. അത് കാരണം സംഗീതം ഇത്തിരി അറിയുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഗുരുവായൂർ അമ്പലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. കാരണം അതിൽ ഈ ഗോപുരവാതിൽ തുറക്കാതെ കാരണം പറഞ്ഞ വാക്ക് ഞാൻ നേരിട്ട് കേട്ടാണ്. ഈ കൽപ്പാത്തി തേരിന് ദാസേട്ടന്റെ കച്ചേരി ഉണ്ടായിരുന്നു. നല്ല തിരക്കുള്ള സമയത്ത് എനിക്ക് മുമ്പിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആ വെള്ളയും ഇട്ടിട്ട് എന്ത് ഭംഗിയായിട്ടാണ് പാടിക്കുന്നത്. അപ്പോഴാണ് ഈ പാട്ട് പാടിയിട്ട് ഗോപുരവാതിൽ തുറക്കാതെ ഗോപകുമാരനെ കാണുന്നത്. അപ്പൊ വീണു കൈയടി. പാട്ടിനേക്കാൾ കൂടുതൽ കൈയടി അതിനെ വീണത്. അപ്പോ ഞാൻ അദ്ദേഹം ഉദ്ദേശിച്ചതല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ നമ്മുടെ ഗുരുവായൂരാണ്. കോട്ടയിൽ ചെമ്പൈ ഇപ്പൊ ഇടയ്ക്ക് നടന്നതാണ് കച്ചേരി നടന്നതല്ലേ. എല്ലാ കൊല്ലം വരും അദ്ദേഹം. ഇത്തവണ വന്നിട്ടില്ല. വോയിസ് റെസ്റ്റിലാണ് പുള്ളി. അദ്ദേഹം ഇപ്പൊ പാടുന്നില്ല. നല്ല കീർത്തനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട്. ഇപ്പൊ വിജയ് യേശുദാസ് 1.5 മണിക്കൂർ കച്ചേരി നടത്തി. പാവന ഗുരു ഇതാണ് അദ്ദേഹം തുടങ്ങാറ്. അത് വിജയ് യേശുദാസ് പാടി ഹംസാനന്ദി രാഗത്തിലുള്ളത്. അത് ഗംഭീരമായിരുന്നു അതൊക്കെ. അപ്പോ ഓരോ തവണ അത് വരുമ്പോഴും എനിക്ക് അദ്ദേഹത്തിന്. പിന്നെ വേറൊരു കാര്യം, ഈ നിയമവും ആചാരങ്ങളും വേറെയാണ്. അപ്പൊ ബാലകൃഷ്ണൻ വടകര പറഞ്ഞാൽ മുഴുവൻ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തർക്കിച്ച് വേണമെങ്കിൽ തോൽപ്പിക്കാൻ ശ്രമിക്കാം. പക്ഷെ അതല്ല, ആചാരങ്ങൾ ഒരു ഭാഗമാണ്. ദാസേട്ടൻ ഈ വിവാദങ്ങൾക്കൊന്നും തയ്യാറില്ല. ഒരു സംശയവും വേണ്ട. എല്ലാവർക്കും സമ്മതമാണ്, സന്തോഷമാണെങ്കിൽ പരമഭക്തനായതുകൊണ്ട് അദ്ദേഹം പറയുന്നതല്ലേ ഒരു കലാപം ഉണ്ടാക്കി എനിക്ക് ഇവിടെ കയറേണ്ടതില്ല എന്ന് പറയുന്നത്. ഒരു കാര്യം ഈ കാര്യത്തിലില്ല. അത് ആചാരങ്ങളാണ്. ആചാരങ്ങളൊക്കെ ശ്രീ മോഹൻദാസ് എത്രയോ ആചാരങ്ങൾ നമ്മൾ മാറ്റി. എന്റെ അഭിപ്രായം മനസ്സിലായി എനിക്ക്. നമ്മൾ എത്രയോ ആചാരങ്ങൾ മാറ്റി. ഒരു 100 വർഷം മുമ്പുള്ള ആചാരങ്ങളൊന്നും ഇപ്പോഴില്ലല്ലോ. ഇത്രയും കാലമായിട്ടൊന്നും ഇല്ലല്ലോ. അതൊക്കെ ആയിക്കോട്ടെ. ഗുരുവായൂരില്ല. ഗുരുവായൂർ വരേണ്ട കാര്യം സംശയം തന്നെയാണ്. അത് അദ്ദേഹം തയ്യാറില്ല. പിന്നെന്തപ്പോ അദ്ദേഹം തയ്യാറില്ലെങ്കിൽ പിന്നെ നമ്മൾ. ശ്രീ മോഹൻദാസ്, അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂരിൽ ഭക്തരായ എല്ലാവർക്കും പ്രവേശിക്കാൻ അനുമതി കൊടുക്കണം. അതിൻ്റെ ഏറ്റവും അവസാനക്കാരനായി ഞാനും ഉണ്ടാവും. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രം പ്രത്യേക ഇളവ് കൊണ്ട് ഒരു കലാപം ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ അത്രത്തോളം ഭക്തിയോടുകൂടി കാണുന്ന ഒരാളാണ്. തൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹത്തിന് മനസ്സ് വലിയൊരു മനസ്സല്ലേ. അതെ, നമ്മളും അതുപോലെ മനസ്സ് വിശാലമാക്കണ്ടേ? ഭക്തിയുള്ളവരായിരിക്കും, സംശയമൊന്നും വേണ്ട. ഞാനും അതേപോലെ എനിക്കും വലിയ ആളല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ഒരുപാട് ശരി. ഓക്കെ. എന്തായാലും ശ്രീ കൃഷ്ണദാസ് ആണ് ഗുരുവായൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ഗുരുവായൂർ ക്ഷേത്രവുമായി അടുത്ത് തന്നെയാണോ താമസം? ശ്രീ കൃഷ്ണദാസിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു കോളറിലേക്ക് കൂടി പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് തൊട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കാം. എന്തായാലും തീർച്ചയായും കയറ്റണമെന്നാണ്. ഗുരുവായൂരപ്പനും ജനങ്ങൾക്ക് മേറെ സന്തോഷം നൽകുന്ന തീരുമാനമായിരിക്കുമെന്നാണ് ശ്രീ ശിവരാമൻ ഓക്കെയാണ് അത് പറയുന്നത്. ശ്രീ SK പറയുന്നു, ദാസേട്ടനെ കയറ്റാതിരുന്നിട്ടില്ല, കയറ്റാൻ ട്രസ്റ്റ് അനുവാദം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ എല്ലാ മതത്തിലും പെട്ട എല്ലാ ആൾക്കാർക്കും കയറാനുള്ള അനുവാദം കൊടുക്കുമ്പോൾ താൻ കയറാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ട്രസ്റ്റ് അനുമതിയൊന്നും നൽകിയിട്ടില്ല ശ്രീ SK. അതോടൊപ്പം തന്നെ ശ്രീധരൻ നായർ പറയുന്നു, ഭക്തർ ആർക്കും കയറാം എന്നുള്ള അഭിപ്രായം പറയുന്നു. ശിവൻകുട്ടി CR പറയുന്നു, പ്രസംഗങ്ങളിൽ മാത്രമേ അയിത്തമില്ലാതുള്ളൂ, പ്രവൃത്തിയിൽ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശ്രീ ശിവൻകുട്ടി. ശ്രീ ഗോപകുമാർ പറയുന്നു,
ഷിയ പള്ളിയിൽ സുന്നിയെ കയറ്റില്ല, സുന്നിയുടെ പള്ളിയിൽ അഹമ്മദിയരെ കയറ്റില്ല, മർത്തോമക്കാരുടെ പള്ളിയിൽ യാക്കോബക്കാരെ കയറ്റില്ല, യാക്കോബക്കാരുടെ പള്ളിയിൽ സുറിയാനികളെ കയറ്റില്ല. അങ്ങനെ മറ്റു മതങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥ ഉണ്ട് എന്ന് കരുതി ഈ ഹിന്ദുമതത്തിലും അത്ര മോശപ്പെട്ട അവസ്ഥ തുടരാം എന്ന് പറയുന്നത് ശരിയായൊരു നിലപാടല്ല. ഏതു മതത്തിലായാലും ഇത്തരം അനാചാരങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു മതത്തിൻ്റെയും വ്യത്യാസം നോക്കേണ്ടതില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പാഴ്സിയായാലും ആരായാലും ആ മതത്തിലെ ഇത്തരം അനാചാരങ്ങളൊക്കെ മാറ്റി വേണം കാലം മുന്നോട്ട് പോകണം. മാറ്റിയാണ് മുന്നോട്ട് പോയിട്ടുള്ളതും. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? യേശുദാസിനെ പോലെ ഒരു പരമഭക്തനെ, യേശുദാസ് ഗുരുവായൂരപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിറയുന്ന പാട്ടുകളിൽ ഏറെയും പാടിയ യേശുദാസ്, ആ യേശുദാസിനെ ഇപ്പോഴും അവിടെ കയറ്റാതിരിക്കുന്നത് ശരിയാണോ? അത് തെറ്റായ കാര്യമാണ്. അത് ഇപ്പോഴും കയറ്റാതിരിക്കുന്നതല്ല. കയറ്റി ഇപ്പോൾ പുള്ളി വന്നാൽ കയറ്റാൻ 100% ആൾക്കാർ സംഭവിക്കും. കയറ്റാതിരിക്കുന്നില്ല. അതൊക്കെ പഴയ ഒരു കാലിയാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇപ്പം ഈ സ്വാമികാരൻ, ഞാനിപ്പം ഇവിടെ ഹൈറേഞ്ച് SNDP യൂണിയൻ, മുണ്ടക്കയം ഹൈറേഞ്ച് SNDP യൂണിയന്റെ 258 നമ്പർ ശാഖയിലെ ഒരു അംഗമാണ്. എനിക്ക് സ്വാമിമാരോട് പറയാനുള്ളത്, സ്വാമിമാരെന്തിനാ ഈ കാവ്യം കൊണ്ട് തോർത്ത് കൊടുത്ത് നടക്കുന്നത്? ഇവർക്ക് പാലും കോട്ടും ഒക്കെ വിട്ട് നടക്കട്ടെ. ഇവര് നടക്കാൻ ഇവർ സമ്മതിക്കുക. ഇവരോട് എല്ലാവരോടും നമ്മൾ വിളിച്ചിട്ട് പറയാം അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞ് നടക്കാം. അവരെ എങ്ങനെ ഏതെങ്കിലും വേഷം ധരിക്കുന്നതിന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുള്ള ആഴയാണോ? മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടോ? ഈയുടെ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞില്ലേ? അതുകൊണ്ട് വസ്ത്രധാരണം അവരോട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർ അമ്പലത്തിൽ കയറുന്നതിന് ഷർട്ട് ഊരണം എന്നുള്ള വ്യവസ്ഥയ്ക്കെതിരെയാണ് അവർ പറഞ്ഞത്. ഷർട്ട് ഇടണം എന്നുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്തിനാണെന്നൊക്കെ ശ്രീ രവീന്ദ്രൻ അറിയാമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, അതുകൊണ്ട് ഞാനിപ്പോ തിരിച്ച് അവരോട് ചോദിച്ചെന്നുള്ളൂ. അവർ ഇടണമെന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കാം, എല്ലാവരും കൂടെ പറയും. ഓരോരുത്തർക്കും അവരോട് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ധരിക്കുന്നത്. അല്ലെ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് നിർബന്ധം പിടിക്കരുതെന്നേ ഉള്ളൂ. സമ്മതിച്ചു. അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഹിന്ദു സമുദായത്തോ അംഗങ്ങളോട് ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ള ഈ ന്യൂസ് 8 കുറച്ച് ദിവസമായിട്ടുള്ള ഈ കെണിയിൽ ആരും വീഴരുത്. ആരും ഇതിനെ എതിർത്ത് പറയുക ഒന്നും ചെയ്യരുത്. യേശുദാസ് വന്നാൽ കയറ്റാൻ ഞങ്ങൾ സന്മനസ്സാണ്, തയ്യാറാണെന്ന് മാത്രമേ പറയുള്ളൂ. ഈ കെണി വേണ്ടത്, അങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്. അതെ, PC ജോർജ് മുതൽ തുടങ്ങിയ കുറച്ച് ദിവസമായിട്ടുള്ള ഈ കടി ഉണ്ടല്ലോ, ഈ കടി ഭയങ്കര ഒരു കടി. ഇതിനകത്ത് ഹിന്ദു സമുദായത്തെ ചില കടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഇത്തരം പ്രതിരോധങ്ങൾ ഉണ്ടാവും. ചില കടികൾ തുടങ്ങിയിട്ടുണ്ട്. കടികൾ തുടങ്ങി കേന്ദ്രം 3-5-6 അവിടെ എല്ലാം കടിയെല്ലാം നടത്തിയിട്ട് ഒരു രക്ഷയില്ല. BJP അടിച്ചു കയറും. ആ കടികളായിട്ട് ഇരിക്കും അംബാനിയുടെ ചാനലേ. അപ്പൊ അതിനകത്തൊന്നും ഹിന്ദുക്കൾ മറ്റുള്ള മതത്തെ കുറ്റം പറയാൻ. ശ്രീ രവീന്ദ്രൻ, കേരളത്തിലെ ഹിന്ദു മതത്തിലെ പെട്ട ആളുകളൊന്നും അങ്ങനെ മതത്തിന്റെ പേരിൽ ചിന്തിക്കുന്ന മനുഷ്യരൊന്നുമല്ല. അതൊക്കെ ഒരു ചെറു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. മഹാഭൂരിപക്ഷം പേരും സഹോദരങ്ങളായി കാണുന്നവരാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ. വരെയുള്ള ചാനലാണല്ലോ, അവിടെ എല്ലാം നോക്കുന്നുണ്ടല്ലോ. നരേന്ദ്രമോദിക്ക് ബെർമൂഡായും തയ്ച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ പ്രയോജനമില്ല. അതുകൊണ്ട് ആ കെണി ഹിന്ദുക്കൾ പോയി വീഴരുത്. വേറൊരു ചാനലില് താങ്കൾ ആ വലിയ കെണിയൊക്കെ രക്ഷപ്പെട്ടൊക്കെ ഇത് നമ്മളെ കൊണ്ട് മുസ്ലിം സമുദായത്തെ ക്രിസ്ത്യാനി സമുദായത്തെ കുറ്റം പറയിപ്പിക്കാൻ ഒരു കളിയാണ്. ആ കെണിയിൽ പോയി ഹിന്ദുക്കൾ ദേവി ഇത് വീഴരുത്. അത് വളരെ മനസ്സിലാക്കി വേണം. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിരിക്കുക. അഭിപ്രായം പറയാൻ പൂർണ്ണമായും അനുവദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം ഒരു നാണക്കുറവുമില്ല ശ്രീ രവീന്ദ്രൻ. ഈ കേരളമൊക്കെ ഒരുപാട് കാലം ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി നേടിയെടുത്തതാണ് ഇന്നത്തെ കേരളം. സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ അവൻ കള്ളന. അവനെ ഈ കാഞ്ഞിരപ്പള്ളി വീടും സ്ഥലവും 2 ഏക്കർ സ്ഥലവും വലിയ കെട്ടിടവും ഒക്കെ ഉള്ളത് എനിക്കറിയാം. അവന്റെ അനിയൻ ഇവിടെ ബാലൻ എന്ന് പറഞ്ഞ അവൻ വന്ന് പ്രത്യേകം വന്നോട്ടല്ലോ. 10 പേര് കാണില്ല. ഞങ്ങളുടെ വെള്ളാപ്പള്ളി വരട്ടെ. ഞങ്ങളുടെ വെള്ളാപ്പള്ളി വന്നാൽ ലക്ഷക്കണക്കിന് ആളുണ്ട്. നിങ്ങൾ വേണേ അത് നോക്കേ. ഇവനെ ഗോവിന്ദൻകോവിലിന്റെ ആളായിട്ട് നടക്കുന്ന ഒരു വെള്ളാപ്പള്ളിയെ ചാടിക്കാൻ വേണ്ടി ഗോവിന്ദൻകോവിലിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അവന്റെ ആശ്രമത്തിൽ ഞങ്ങൾ ഈ സ്വാമിയായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ശ്രീ രവീന്ദ്രൻ, താങ്കൾ കുറെ കൂടി മര്യാദയും മാന്യതയും പാലിക്കണം. ശിവഗിരി പോലെ ഒരു മഠത്തിന്റെ അധിപനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലല്ല സംസാരിക്കേണ്ടത്. ശ്രീ രവീന്ദ്രൻ, താങ്കൾ കുറെ കൂടി മര്യാദയും മാന്യതയും പാലിക്കണം. ഏത് മതത്തിൻ്റെതായാലും ഒരു ആധ്യാത്മിക ആചാര്യം പറയുമ്പോൾ അവരെ വിമർശിക്കാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അവരോട് പറയുന്ന ഒരു ഭാഷയ്ക്കൊക്കെ ഒരു മര്യാദ വേണം. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ശ്രീ രവീന്ദ്രൻ. ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യം നല്ല കാര്യം എന്ത് കാര്യമാണ് ഇതൊരു നല്ല കാര്യമല്ലേ? അവരെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ ഇപ്പൊ ഇന്ന് ഒരു മുനമ്പ സമരത്തെ പറ്റി വന്നു. ഇതൊന്നും നിങ്ങൾക്ക് മുനമ്പ സമരമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് വിശാലമായി. അല്ല, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ആംഗിളിലുള്ള സംഭവമാണ് ഇപ്പൊ എടുത്തോണ്ട് വരുന്നത്. എന്തായാലും ശ്രീ രവീന്ദ്രന്റെ അഭിപ്രായമാണ്. ശ്രീ ശോഭനയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീമതി ശോഭന, ഗുരുവായൂർ അമ്പലത്തിലേക്ക് യേശുദാസിന് പ്രവേശനം നൽകണം, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് തയ്യാറാണെന്ന് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് തന്നെ പറയുന്നൊരവസ്ഥ. കേരളം എത്രയോ കാലം ചർച്ച ചെയ്തതാണ് ആ വിഷയം. പക്ഷേ ഇപ്പോഴും തീരുമാനം വരുന്നില്ല. താങ്കളുടെ അഭിപ്രായം എന്താണ്? ശ്രീ ഇന്ദ്രപാലാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഇന്ദ്രപാൽ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. യേശുദാസിന്റെ വിഷയമല്ലേ സാറേ? പറഞ്ഞോളൂ. അദ്ദേഹം ഇവിടെയും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ കയറണം എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ.
അദ്ദേഹം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച്. അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പല നടയിൽ കയറണം, അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് ഭക്തിപൂർവ്വം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം എവിടെയും നിർബന്ധപൂർവ്വം എനിക്ക് എന്തിനാണ് നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുകയല്ലേ വേണ്ടത്? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? അല്ല, അപ്പൊ അങ്ങനെ കാലങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു ഒരു സംവിധാനത്തെ തകർക്കല്ലേ സാർ? അതെങ്ങനെയാണ് ശ്രീ ഇന്ദ്രപാല? അത് കാലങ്ങൾ നമ്മുടെ ആചാരങ്ങളെല്ലാം മാറിയിട്ടില്ല. മാറാത്ത എന്തെങ്കിലും ആചാരമുണ്ടോ? അല്ല, അങ്ങനെ ഇഷ്ടംപോലെ കുറെ ആചാരങ്ങൾ മാറ്റപ്പെടാണ്ട് നമ്മൾ എത്രയോ ആചാരങ്ങൾ. നമ്മൾ ഒരു കാലത്ത് ഹിന്ദുക്കളിൽ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമല്ലേ ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ, മഹാഭൂരിപക്ഷത്തിനും പ്രവേശനമില്ലായിരുന്നല്ലോ. നമ്മൾ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തപ്പോൾ അന്ന് പറഞ്ഞത് ആചാരമാണ്, ക്ഷേത്ര ചൈതന്യം നഷ്ടപ്പെടും. അതിപ്പോ ഹിന്ദു വിഭാഗത്തിൽ തന്നെ പലതരത്തിലുള്ള ഇതുണ്ടല്ലോ, ജാതി വിഭാഗങ്ങളുണ്ട്, ജാതി പറയണമെന്നല്ല, അതിൽ പലതരക്കും എല്ലാവർക്കും അവരുടേതായ ആചാരങ്ങളും ഒക്കെ ഉണ്ട്, ഒരു കുലത്തിന്റെ ആചാരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപോയിട്ടുള്ളത്. അത് ഞാനതാ ചോദിച്ചത്. അങ്ങനെ മാറ്റിയല്ലേ നമ്മൾ ഈ നിലയിലെത്തിയത്? ക്ഷേത്രത്തിൽ എങ്ങനെയായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പ്? ക്ഷേത്രത്തിൽ കേരളത്തിലെ ഇന്ന് ഈ കാണുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം സമുദായങ്ങൾക്കും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അതിന് പിന്നോക്കക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ നായർ സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഈഴവ സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽപ്പെട്ടവരാരായാലും അവർക്കൊക്കെ ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഇല്ല, അവർക്ക് അവരുടേതായ കുലത്തിന്റെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിലേക്ക് ക്ഷേത്ര വിധാനം കൈകടത്തലുണ്ടായില്ലല്ലോ. ഇവർക്കെല്ലാം ആയിത്തം മാറ്റിയില്ലേ? ഇവിടെ സതി ഇല്ലായിരുന്നു, സതി മാറ്റിയിട്ടില്ല ഇന്ത്യയിൽ. അത് അവര് ഇപ്പൊ അങ്ങ് ഉദ്ദേശിക്കുന്ന സവർണ വിഭാഗത്തിന്റെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരുടേതായിട്ടുള്ള ആചാരങ്ങളിലേക്ക് കൈകടത്തലല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആചാരങ്ങൾ അടിച്ചമർത്തും ചെയ്തിട്ടില്ലല്ലോ. ശ്രീ ഇന്ദ്രപാൽ, എൻ്റെ ഒരു ചെറിയ സംശയമാണ്. ദൈവം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹിന്ദു മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതം പോലെയോ മുസ്ലിം മതം പോലെയോ ഏതെങ്കിലും ഒരു കൃത്യമായ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ ഒരു മതമല്ല. ആ ഹിന്ദു ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിന്, അവരെ ദൈവമായി ഞാൻ കാണുന്നതിന്, ഒരു മനുഷ്യൻ കാണുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സവുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ അടുത്ത് പോകാൻ, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എല്ലാ മനുഷ്യർക്കും അനുമതി നൽകുകയല്ലേ വേണ്ടത്? അതെ, അതിവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തിന് പ്രാർത്ഥിച്ചാൽ പോരെ, ഈ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലണമല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഹിന്ദുക്കളൊക്കെ എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? അവരൊക്കെ പോകുന്നത് പോലെ സാധാരണ ഒരു ഭക്തനാണ് യേശുദാസും, സാധാരണ ഒരു ഹിന്ദു. ഇപ്പൊ പറയണ്ട ഹിന്ദു ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു, ഹിന്ദു ക്ഷേത്രത്തിൽ ഹിന്ദുക്കളുണ്ട്, പിന്നെ ആരാ പോവാ? ഹിന്ദു ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രത്തിലും ഹിന്ദുക്കൾക്ക് പോകാവുന്നുണ്ടോ? ശബരിമലയിൽ കയറുന്നതിന് ഈ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ലല്ലോ. എത്രയോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരങ്ങളാണല്ലോ. അങ്ങനെയല്ലല്ലോ. ആ ആചാരം തെറ്റായുണ്ടെങ്കിൽ മാറ്റണ്ടേ? അല്ല, തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? തെറ്റല്ലേ അത്? ഒരു ഭക്തനെ അവസരം നിഷേധിക്കുക എന്ന് പറയുന്നത് തെറ്റല്ലേ? അതിന് സംവിധാനം ഉണ്ടല്ലോ ഇവിടെ. ആ സംവിധാനം എവിടെയെങ്കിലും നമ്മുടെ ആധികാരികമായി ഇപ്പൊ നിയർലി എന്റെ വീട് ഇരിങ്ങാലക്കുടയാണ്. ഇപ്പോ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രക്ഷോഭം, സാറിന് അറിയാലോ, നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടതാണ്, ഒരു കഴകത്തിന്റെ കേസ്. അതെ, അറിയാമോ? അതിപ്പോ അദ്ദേഹം നിർബന്ധിക്കുന്നില്ല, എനിക്ക് കഴകം ജോലി വേണമെന്ന് അദ്ദേഹം നിർബന്ധിക്കാത്തതിന് കാരണം ഇത്തരം ഒരു അവസ്ഥയിൽ സാധാരണ മനുഷ്യർ നിർബന്ധിക്കാൻ കഴിയുമോ? ദേവസ്വംകാര് പറഞ്ഞു എന്നാണ് പറയുന്നത്. ബ്രാഹ്മണര് തിരുമേനിമാരിങ്ങനെ തന്ത്രിമാർ പറഞ്ഞു, തന്ത്രി സമാജം പറഞ്ഞു. എടുത്തിരിക്കുന്ന ആളാണ്, എനിക്കിതറിയാം നേരിട്ട്. ഞാൻ ഈ ന്യൂസ് ചാനലുകാർ വരുമ്പോ ഞാൻ അവിടെ ഉണ്ടപ്പോ. അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ലല്ലോ. അദ്ദേഹം മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് കരുതി അദ്ദേഹത്തെ കഴകമാക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ജാതിയുടെ അദ്ദേഹം നിഷേധിച്ചോളൂ, ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കേസ് അത് യേശുദാസ് തന്നെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കയറ്റുക. ശരി, ശ്രീ വിജയനാണ്, കായംകുളത്തു നിന്നാണ്, കൊല്ലത്തു നിന്നാണ്. ശ്രീ വിജയൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? എനിക്കിതിനകത്തുള്ള എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റണമെന്ന് തന്നെയാണ്. പക്ഷേ വിശ്വാസികളല്ലാത്ത കടക്കൽ അമ്പലത്തില്, ശിവഗിരി അമ്പലത്തിലെ പോലെ വിശ്വാസികളല്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് ഒരു പരിപാടിക്കും അവരെ ഉൾപ്പെടുത്തരുതെന്നാണ്. അതാണ് എന്റെ ഒരു. ശരി, കടക്കല്ലേ എനിക്ക് തോന്നുന്നു ഗാനമേളയുടെ പശ്ചാത്തലത്തിലേക്ക് പറഞ്ഞതെന്ന് തോന്നുന്നു. ഷൈറിഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഷൈറിഷ്, താങ്കൾ ആദ്യമായിട്ടാണോ പൊതുവേദിയിൽ വിളിക്കുന്നത്? നേരത്തെ വിളിച്ചിട്ടുള്ള ആളാണ്? ശരി, ശ്രീ ഷൈറിഷ് കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് കാപ്പാടാണ്. കാപ്പാട്, ഓക്കെ. ഷൈറിഷിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ യേശുദാസ് കേരളം തന്നെയാണ് അഭിപ്രായം, ക്ഷേത്രത്തിൽ കയറ്റണം തന്നെയാണ്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. യേശുദാസിന്റെ ക്ഷേത്രത്തിൽ കയറ്റണം തന്നെയാണ് അഭിപ്രായം. പക്ഷെ അതൊരു അത്യാവശ്യ പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു വിളിച്ച് ഇത്ര വലിയൊരു ചർച്ച ചെയ്യാനുള്ള അരനൂറ്റാണ്ടായി ചർച്ച ചെയ്തിട്ട് തീരുമാനമാവുന്നില്ല. അല്ല,
നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ രോഗികൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് ഗവൺമെന്റ് ഇൻഷുറൻസിന്റെ കാർഡ് സ്വീകരിക്കാണ്ട് വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ശ്രീ ഷൈരിഷ്, നമ്മളെ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റെല്ലാം പരിഹരിച്ചിട്ട് ഇത് പരിഹരിക്കാം എന്ന് കരുതാൻ എല്ലാം പ്രധാനപ്പെട്ട കാര്യമല്ല ആദ്യം പരിഹരിക്കേണ്ടത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്, അതെല്ലാം പരിഹരിച്ചിട്ട് ഇത് പരിഹരിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും പരിഹരിക്കാൻ കഴിയില്ല. നമ്മൾ പരിഹരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അതാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ശരി, അതൊന്നും ചെയ്യാണ്ട് യേശുദാസ് ഗുരുവായൂർ പോണോ മക്കേ പോണോന്നൊന്നും അല്ലല്ലോ പ്രധാന കാര്യം. അതും പ്രധാനപ്പെട്ട തന്നെയാണ് ശ്രീ ഷൈരിഷ്. അല്ല പ്രധാനമല്ല. ഒരു കൂട്ടം ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു ആരാധനാലയത്തിൽ പ്രവേശനം നിഷേധിക്കുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ യേശുദാസ് ഏതോ കാലം മുമ്പ് പറഞ്ഞൊരു സംഗതിയാണ്. യേശുദാസ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പറഞ്ഞത്, ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് യേശുദാസിനെ അവിടെ പ്രവേശിപ്പിക്കണം. ശിവഗിരി മഠം തന്നെ അങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാണ്. നിങ്ങൾ മീഡിയല്ലേ, നിങ്ങൾ സെലക്ട് ചെയ്യണ്ടേ ന്യൂസൊക്കെ എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ? ഇത് സെലക്ട് ചെയ്യേണ്ട ഒരു ന്യൂസ് അല്ലേ ശ്രീ ഷൈരിഷ്? അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ആശാ സമരം നടക്കുന്നു. ആശാ സമരത്തെ കുറിച്ച് നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ട്. വേനലിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, ഇന്നലെ ഞായറാഴ്ച ദിവസം മുഴുവൻ കൃഷിക്കാരുടെ പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ കൊടുത്തത്. സർക്കാർ പൈസ അടയ്ക്കാത്തതിനെ കൊണ്ട് ഇൻഷുറൻസ് കാർഡ് അതും ഉറപ്പായും ഷൈരിഷ് അത്തരം വാർത്തകൾ ഉറപ്പായും നൽകും. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വാർത്തയല്ല, അതൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ യേശുദാസ് ഗുരുവായൂർ പോയി എനിക്ക് തോന്നുന്നില്ല, അതൊന്നും പ്രധാനമൊന്നുമില്ല. ശരി, ഓക്കെ. എന്തായാലും ഷൈരിഷിന്റെ അഭിപ്രായം അങ്ങനെ. ശ്രീ സുധീറാണ് ദുബൈയിൽ നിന്നും. ശ്രീ സുധീർ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്നുള്ള യേശുദാസിന്റെ ഭക്തി അളക്കുന്ന മിഷൻ ഏതാണെന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ആരുടെയെങ്കിലും ഭക്തി അളക്കുന്ന മിഷൻ ഏതാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഇല്ല, ആർക്കും അറിയില്ല. പിന്നെ വേറൊരു കാര്യം, യേശുദാസ് എത്ര ഭക്തിഗാനം, ഗുരുവായൂർ ഭക്തിഗാനം ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി പാടിക്കൊടുത്തിട്ടുണ്ടെന്നും കൂടെ സാറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രീ ആയി പാടുന്നത് വേണം സാർ. അത്രയും വലിയൊരു ഭക്തനായിരുന്നെങ്കിൽ ഓക്കെ, യേശുദാസിന്റെ ഭക്തിഗാനങ്ങൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് പാടാം. യേശുദാസ് പണം വാങ്ങിച്ചിട്ടാണോ പാടിയത്, പണം വാങ്ങിക്കാതെ പാടിയത് എനിക്കറിയില്ല. അത് എനിക്കറിയില്ല. ഈ മയിൽപീലിയൊക്കെ കാസറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കണ്ടിറങ്ങിയ കാസറ്റാണ്. നോക്കൂ, നിങ്ങൾ പറയുന്നത് കേൾക്കൂ. യൂസുഫ് അലി കേച്ചേരി സാർ യേശുദാസിന് വേണ്ടി പാടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്തിഗാനങ്ങൾ, കൃഷ്ണ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള എഴുതിയിട്ടുള്ള വ്യക്തിയാണ് യൂസുഫ് അലി കേച്ചേരി സാർ. അദ്ദേഹത്തെ കേട്ടാൽ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അദ്ദേഹത്തെ കേട്ടണം. ഇത് യേശുദാസിന്റെ മാത്രം വിഷയമല്ല ശ്രീ സുധീർ, ഇത് യേശുദാസിന്റെ മാത്രം വിഷയമല്ല. കേരളത്തിലെ എല്ലാ ആരൊക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തരാണോ അവർക്കെല്ലാം കയറണമെന്നുള്ളതാണ് അഭിപ്രായം. ശിവഗിരി മഠത്തിലെ ഏതോ ഒരാൾ പറഞ്ഞു. ഏതോ ഒരാളല്ല, ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് പറഞ്ഞത്. ഏതോ ഒരാളാണ്. അതെങ്ങനെയാണ് ഏതോ ഒരാൾ? ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് ഏതോ ഒരാളാവാൻ പറ്റുമോ? ആണ്, പ്രസിഡന്റ് ആണ് അയാൾ. അതെങ്ങനെയാണ്? ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠത്തിന്റെ അധിപനാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ശ്രീ സുധീർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. കേരളത്തിൽ നടന്ന സാമൂഹ്യ വിപ്ലവങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. അതിൽ എല്ലാം ശിവഗിരി മഠത്തിലാണോ വന്നിട്ട്? അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സ്ഥാപനമാണ് ശിവഗിരി മഠം എന്നൊന്നും ഞാൻ പറയുന്നില്ല സാർ. താങ്കൾ പറയുന്നില്ലെങ്കിൽ താങ്കൾക്ക് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ശിവഗിരി മഠത്തിൽ നിന്ന് മാത്രമാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം വിഭാഗത്തിൽ നിന്ന്, വിവിധ കേരളത്തിലെ അയ്യങ്കാളി മുതൽ എത്രയോ ജാതികളുടെ പരിഷ്കരണത്തിന് വേണ്ടി നേതാക്കന്മാർ, അവരെല്ലാം ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെയാണ് ഈ കേരളം ഉണ്ടായത്. ഒരു ദിവസം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാരും കേറ്റാന്നുള്ള ഉദ്ദേശം ആർക്കും വേണ്ട സാർ. അതെല്ലാം ഭക്തരുടെ തീരുമാനങ്ങളാണ്. ഏത് ഭക്തരാണ് താങ്കൾ? അത് ഏത് വിഷയം വെച്ചാണ് അളന്നത് ഭക്തരുടെ തീരുമാനം എന്ന് പറയാൻ? അവിടെ ഒരു ഭരണമുണ്ട്, അവരെല്ലാരും കൂടെ തീരുമാനിക്കുന്നതാണ്. സുധീർ, താങ്കൾ ആദ്യം ചോദിച്ചത് ഭക്തി അളക്കാൻ മിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. താങ്കൾ ഈ പറഞ്ഞ ഭക്തരുടെ ഒക്കെ ഭക്തി അളക്കാൻ ഏതെങ്കിലും മിഷൻ ഉണ്ടോ? ഉണ്ട്, പലരുടെയും ഭക്തി അളക്കാനുള്ള മിഷൻ ഉണ്ട്. അത് അവരുടെ മനസ്സിൽ നിന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒന്നാം ഗണത്തിൽപ്പെടുത്താവുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തൻ തന്നെയാണ് യേശുദാസ്. തീർച്ചയായിട്ടും ഞാൻ അതിനേക്കാളും വലിയ ഭക്തനാണ്. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരു സഹഭക്തൻ കൂടിയായ യേശുദാസിനെയും അത്തരത്തിൽ ഭക്തിയോടെ എല്ലാവരെയും കയറ്റണമെന്നുള്ള അഭിപ്രായം പറയണം. എനിക്ക് തോന്നുന്നത് യേശുദാസിനെക്കാളും വലിയൊരു ഗുരുവായൂരപ്പൻ ഭക്തനാണ് സാർ ഞാൻ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയേണ്ട അഭിപ്രായം, എല്ലാ ഭക്തർക്കും ഭഗവാന്റെ മുന്നിൽ എല്ലാ ഭക്തരും തുല്യരാണ്, അതുകൊണ്ട് എല്ലാവർക്കും കയറാൻ അനുമതി വേണമെന്നാണ് പറയേണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ ആ തൃനടയിൽ വന്നിട്ട് അകത്ത് കയറാതെ വെളിയിൽ നിന്ന് തൊഴുത് ഭക്തി പുരസ്സരം തൊഴുത് പോകുന്ന കാഴ്ച സാർ അവിടെ ഒരു മണിക്കൂർ പോയി നിന്ന് കഴിഞ്ഞാൽ സാറിന് കാണാം. അതല്ലല്ലോ, ഒരാൾക്ക് അകത്ത് കയറാൻ അനുമതി കൊടുക്കണ്ടേ? സാറിനത് കാണാം. അവരും ഭക്തന്മാരാണ് സാർ. അതാ, നിങ്ങൾ അനുമതി കൊടുക്കണ്ടേ? ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ തൊഴുത് കഴിഞ്ഞാൽ മാത്രമേ കൃഷ്ണനെ കാണാൻ പറ്റൂ. എന്നാൽ കുറച്ചു പേർക്ക് മാത്രം ശ്രീകോവിലിന്റെ മുന്നിൽ കയറ്റുന്നതിനാ? അവരെയും കയറ്റേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ദൈവമുണ്ട് സാർ.
എങ്കിൽ പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകണ്ടല്ലോ, എല്ലായിടത്തും ദൈവം ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് ഒരു ദൈവം ഇരിക്കുന്ന സന്നിധിയിലേക്ക് പോകണമെന്ന് ഭക്തർക്ക് ആഗ്രഹം കാണില്ലേ? അതിന് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ല, നൂറുകണക്കിന് അമ്പലങ്ങൾ, കൃഷ്ണൻ അമ്പലം വേറെ ഉണ്ട് സാർ. ശ്രീ സുധീർ, എന്തിനാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ യേശുദാസിന് മാത്രം എന്താണ് അതിലൊരു കുഴപ്പം? ആര് പറഞ്ഞു യേശുദാസിന് മാത്രമാണ്? അഹിന്ദുക്കൾക്കാണ് സാർ. അതെന്തിനാണ് അഹിന്ദുക്കളെ മാറ്റി യേശുദാസിന് മാത്രമല്ല സാർ. അതെന്തിനാണ് അഹിന്ദുക്കളെ മാറ്റി നിർത്തുന്നത്? അഹിന്ദുക്കൾ മാറി നിൽക്കേണ്ട സ്ഥലത്ത് അഹിന്ദുക്കൾ മാറി നിൽക്കണം. ഏതെങ്കിലും ഹിന്ദു മതത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ അഹിന്ദുക്കൾ? ഹിന്ദുക്കളുടെയാണ് സാർ. അവർണനും സവർണനും എല്ലാവർക്കും കയറാൻ പറ്റുന്ന. നേരത്തെ ഈ അവർണരെ കയറ്റില്ലായിരുന്നല്ലോ, അന്നും പറഞ്ഞത് ഇതേ ആചാരമല്ലേ? അവർ ഹിന്ദു ആയിരുന്നോ? ആ ഹിന്ദുക്കളെ ഒന്നും കയറ്റിയില്ലല്ലോ നിങ്ങൾ. സോറി, ആ സാറ് പറഞ്ഞ ആ അവർണർ ഹിന്ദു ആയിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, ആ അവർണരെ കയറ്റിയിരുന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി ഞാൻ ചോദിക്കട്ടെ, ആ ഹിന്ദുക്കളെ നിങ്ങൾ കയറ്റിയിരുന്നോ? ആ പറഞ്ഞ അവർണർ അവർ ഹിന്ദു ആയിരുന്നോ? ആയിരുന്നു, പറഞ്ഞു ആയിരുന്നു. അതുകൊണ്ട് അവരിപ്പോ ഞാൻ ചോദിക്കട്ടെ, അവരെങ്ങനെ കയറിയത്? അവരെ വിളിച്ചു കയറ്റിയതാണോ? ആരെങ്കിലും വിളിച്ചു കയറ്റിയതാണോ? അവിടെ പ്രക്ഷോഭം നടത്തി കയറ്റിയതാണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, അവരൊക്കെ അവിടെ പ്രക്ഷോഭം നടത്തിയിട്ട് കയറ്റിയതാണ്. സാഹചര്യത്തിനനുസരിച്ച് മാറുന്നു. ആ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോഴും മാറണമെന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട് സാർ. എന്താണ് അതേതാണ് ലിമിറ്റ്? എല്ലാ അണ്ടനും അടകോടനും വന്ന് കയറാവുന്ന സ്ഥലം അല്ല സാർ ഭക്തി അമ്പലങ്ങള്. ഇപ്പൊ അമ്പലത്തിൽ കയറുന്നവരെല്ലാവരും പരമഭക്തരാണ്. ഹിന്ദുവിന്റെ അമ്പലമാണെങ്കിൽ അവിടെ ഹിന്ദു തന്നെ പോകണം. ഹിന്ദുവിന്റെ അമ്പലത്തിൽ അങ്ങനെ ഹിന്ദു തന്നെ പോകണമെന്ന് വ്യവസ്ഥ എവിടെയും ഇല്ല ശ്രീ സുധീർ. എത്രയോ തവണ ശബരിമലയ്ക്ക് അങ്ങനെയൊക്കെ എല്ലാ മതക്കാരെയും കയറുന്ന ഒരുപാട് ക്ഷേത്രമുണ്ട്. ഞാൻ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഓച്ചിറ ക്ഷേത്രത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായി എല്ലാ മനുഷ്യർക്കും കയറാം. വലിയ പാരമ്പര്യമുള്ളതാണ്. മുത്തപ്പന്റെ അമ്പലം സാർ, മുത്തപ്പന്റെ അമ്പലം കണ്ണൂരുണ്ട്. ആർക്ക് വേണമെങ്കിലും പോവാൻ സാർ. അങ്ങനെ അതുകൊണ്ട് ഹിന്ദുവിൽ അങ്ങനെയും പാരമ്പര്യം ഉണ്ട് എന്ന് താങ്കൾ അറിയണം. ഉണ്ട്. ആ പാരമ്പര്യത്തിൽ ഓരോ അമ്പലത്തിന്റേതും അതിന്റേതായ നിഷ്ഠകളും കാര്യങ്ങളും. ഈ അമ്പലങ്ങളിലൊക്കെ തന്നെയാണ് പണ്ട് അവർണരെ കയറ്റാതിരുന്നത്. അന്നും ഈ ആചാരമാണ് പറഞ്ഞത്. അതെങ്ങനെ മാറി? അതാണ് സാർ മാറിയത്. അവർ അവർണരാണെങ്കിൽ അവർ ഹിന്ദു ആണോ? അതെങ്ങനെ മാറി എന്നാണ് ഞാൻ ചോദിച്ചത്. അവർ ഹിന്ദു ആണോ? അതെങ്ങനെ മാറി? അതുപോലെ എല്ലാവർക്കും അത് പറയാൻ തയ്യാറല്ല. ഇത് ആരും താരത്തിൽ വെച്ചുകൊണ്ട് തന്നു മാറ്റിയതല്ല. വലിയ പ്രക്ഷോഭം നടത്തി മാറ്റിയതാണ്. ഒരുപാട് പേർ മർദ്ദനമേറ്റും കൂടി മാറ്റിയതാണ്. താലത്തിൽ വെച്ച് തരുന്ന സാധനങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ സ്വീകരിക്കാതെ മാറ്റി. അല്ല, താലത്തിൽ വെച്ച് തന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ കഴിയണം. അല്ല, അത് പിടിച്ചു വാങ്ങണം. അങ്ങനെ പിടിച്ചു വാങ്ങിയതാണ് ക്ഷേത്ര പ്രവേശനം. അത് അഹങ്കാരം. അത് അഹങ്കാരമല്ല, അങ്ങനെ പിടിച്ചു വാങ്ങിയതാണ് ഈ ക്ഷേത്ര പ്രവേശനം. അത് അഹങ്കാരം. അത് അഹങ്കാരമല്ല. അങ്ങനെ ഒരുപാട് പേർ അഹങ്കാരം കാണിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഈ സമൂഹത്തിൽ നിന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. അത് അത്തരം ധാർഷ്ട്യങ്ങളൊക്കെ വേണം ഈ സമൂഹത്തിൽ. ഇല്ല സാർ, കയറ്റില്ല എന്ന് പറയുന്നിടത്ത് കയറി തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തത്. അങ്ങനെ ധാർഷ്ട്യം കാണിക്കരുത് സാർ. അങ്ങനെ ധാർഷ്ട്യം കാണിക്കണം. അങ്ങനെ കാണിച്ചാണ് നമ്മുടെ പിൻതലമുറക്കാർ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ സമൂഹത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാൻ കഴിയുന്നത്. പിൻതലമുറകൾ അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഇന്നും ഹിന്ദു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിലനിൽക്കുന്നത് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയൊക്കെ നടക്കട്ടെ. അങ്ങനെ ശ്രീ സുധീർ, ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സംഗീതം ഈശ്വരനാണ്. കല്ലിലും തൂണിലും തുരുമ്പിലും ഈശ്വരനെ ഇരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ശ്രീരാമൻ ജന്മംകൊണ്ട ക്ഷത്രിയനും ശ്രീകൃഷ്ണൻ യാദവനാണ്. ശ്രീരാമന്റെ ക്ഷേത്രങ്ങള്, ശ്രീരംഗ ടെമ്പിള്, ഭഗതീശ്വരൻ ടെമ്പിളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല അവിടെയൊക്കെ. പിന്നെ യേശുദാസിന് മധുവശമുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടോടാവാം, ആള് കയറാൻ പാടില്ല. പിന്നെ ഒന്നുണ്ട്, യേശുദാസ് ലത്തിൻ കത്തോലിക്കനാണ്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ മതവാദമുണ്ട്. ഇങ്ങനെ ഒരു ദൈവസ്തുതികള്, അതൊരു മതവാദം ഉണ്ടാ. ഈ ശരിയാണെന്ന് അറിയില്ല. പക്ഷെ ദൈവം സംഗീത ഈശ്വരനാണ്. യാദവനായ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ കയറാനും പാടില്ല. ശ്രീരാമൻ ക്ഷത്രിയനായ ശ്രീരാമൻ ക്ഷേത്രത്തിൽ കയറാം. ഞാൻ വീണ്ടും പറയുന്നത്, പ്രദേശം ടെമ്പിളും ശ്രീരംഗ ടെമ്പിളും ഞാൻ ആളാണ്. ഞാൻ ഇതിൽ വിശ്വസിക്കുന്ന ആളുമല്ല. മറ്റൊരു കാര്യം. ശരി, ഓക്കെ. ശ്രീ ജോസഫിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശക്തമായ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ശ്രീ സെബിനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സെബിൻ, താങ്കൾ എങ്ങനെയാണ് ഇതിൽ പറയുന്നത്? നമസ്കാരം. ഞാൻ ഈ ഒരു നിലപാടിനോട് ഞാൻ ഒരു എറണാകുളം സുറിയാനി ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഫോർഫാദേഴ്സ് ഹിന്ദുക്കളാണെന്നും ഞാൻ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുക അത് മനസ്സിലാക്കുക ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ ഒരു വലിയ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നിയമം വെച്ച് തന്നെ, നിയമം അനുശാസിക്കുന്നതനുസരിച്ച് തന്നെ നിയമപോരാട്ടം നടത്തിയാൽ തന്നെ വിശ്വാസത്തിന് ക്ഷേത്ര പ്രവേശനം ലഭിക്കുന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം. പിന്നെ എല്ലാ വിശ്വാസിക്കും അമ്പലത്തിൽ പ്രവേശിക്കാം എന്നാണ് ഒരു ഹിന്ദുവിന്റെ നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആ അമ്പലത്തിന് അതിൻ്റെതായ ആചാരക്രമങ്ങളുണ്ട്. നമ്മളിപ്പോ നോണൊന്നും കഴിക്കാതെ പോകണം എന്നൊക്കെയുള്ള അതനുഷ്ഠിച്ച് ഏത് ഒരു ആൾക്കും. ശ്രീ സെബിൻ, എൻ്റെ ഒരു ചെറിയ സംശയമാണ്. ഈ ആചാരം എന്ന് നമ്മൾ എല്ലാ കാലത്തും പറയുന്നത്, അതാത് കാലത്ത് അമ്പലം ഭരിക്കുന്ന പുരോഹിതന്മാർ ഉണ്ടാക്കുന്ന, തന്ത്രിമാർ അവരൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ആചാരം. അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ആചാരങ്ങൾ മഹാഭൂരിപക്ഷം. അതൊക്കെ എത്രയോ കാലം നമ്മൾ മാറ്റിയിട്ടുണ്ട്.
എത്രയോ ആചാരങ്ങളുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലെ. ഈ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അവർണർക്ക് കയറാൻ കഴിയില്ല, ഓരോ ജാതിക്കാരും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിൽ നിന്ന് ഇത്ര അടി അകലത്തിലൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആചാരങ്ങളുണ്ടായിരുന്നു. ഈ ആചാരങ്ങളൊക്കെ അന്നും ഇതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ചൈതന്യം കുറഞ്ഞു പോകും, മറ്റ് താഴ്ന്ന ജാതിക്കാരൊക്കെ കയറിയാൽ എവിടെയെങ്കിലും കുറഞ്ഞോ, ചൈതന്യം കുറഞ്ഞോ? ഇല്ലല്ലോ. ആചാരം എന്ന് പറയുന്നത് ഒരു കാലത്തും അങ്ങനെ ഒരു കൃത്യമായി പാലിക്കേണ്ട ഒന്നുമില്ല, അത് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ്. മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. ഈ പാർശ്വവൽക്കരിച്ച തീരുമാനങ്ങളെ, ചിന്തകളെ മാറ്റുക എന്നുള്ളത് അത് ശരിക്കും ഇതിനകത്ത് സാമൂഹ്യ പ്രവർത്തകരും ഗവൺമെന്റും ഉത്തരവാദിത്തമുള്ള ആൾക്കാരൊക്കെ ഇടപെട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അമ്പലം വിശ്വാസിക്കുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യം ഭരിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില പ്രാദേശികമായി ചിലര് ആളുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് മാറ്റം വരേണ്ട ഒന്ന് തന്നെയാണ് ഞാനും എന്റെ അഭിപ്രായം. ശരി, ശ്രീ ഷെബിൻ്റെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ കോംപ്ലിക്കേറ്റഡ് വിഷയത്തെ കാണുന്നത്? എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ യേശുദാസിനെ പ്രവേശിപ്പിക്കാൻ തന്നെ എന്റെ അഭിപ്രായം. പക്ഷേ യേശുദാസിനെ മരണം വരെ നടത്തില്ല. യേശുദാസിന്റെ മരണം ഇവിടെ ആ മതവികാരം മരണപ്പെടും. അത് മാത്രമല്ല, യേശുദാസ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് മുസ്ലിം പള്ളിയിൽ പോകുന്നുണ്ട് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോ പെർസിനക്കട മുത്തപ്പൻ, ഞാൻ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പെർസിന മുത്തപ്പൻ. നമ്മുടെ ഭാര്യ വീട്ടിൽ പോയതിനേക്കാളും സന്തോഷമാണ് പോയി കഴിഞ്ഞാൽ. പോകുമ്പോൾ നിങ്ങൾ ചായ, ഉച്ചയാവും ചോറ്, രാത്രി ചോറ്, കിടക്കാൻ പായി, എല്ലാ സൗകര്യവും കിട്ടും. അവിടെ ഒരു ജാതി മത ഭേദമന്യേ നിങ്ങൾ 10 രൂപ നേരത്തെ അവർ കൊടുക്കണ്ട. യേശുദാസ് പെർസിനക്കാരും പോട്ടെ പറ്റാം. കാരണം ഈ നാട്ടിൽ നടക്കൂല. കാരണം ഈ നാട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. ആരും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ മതവികാരം നടക്കുന്ന ആൾക്കാരെ, അതുകൊണ്ട് നടക്കാതെ കാര്യം യേശുദാസോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാം. ശ്രീദാസൻ, യഥാർത്ഥത്തിൽ ഇത് മതവികാരമൊന്നുമല്ല വ്രണപ്പെടുന്നത്. ഈ മതവികാരത്തിന്റെ പേരിൽ ഇങ്ങനെ വ്രണമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭവും മറ്റു ലാഭവും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാതെ സാധാരണ മതവിശ്വാസികളുടെ വികാരമൊന്നും വ്രണപ്പെടില്ല. അല്ല, ഒറ്റ വാക്ക് പറയാം, ഒരു വാക്ക് പറയാം. പറയനും പൊലയായതെങ്ങനെ പറയുമോ പൊലയായ മക്കളെ. അതെ, അതിശക്തമായ വരികൾ തന്നെയാണ്. കേരളം എത്രയോ തവണ കേട്ട വരികളാണ്, എത്രയോ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന വരികളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയാണ് ഇന്നത്തെ ഈ കേരളം രൂപപ്പെട്ടത് തന്നെ. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ നിരവധി, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഒരുപാട് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഓക്സിജൻ ട്യൂബ് പൊട്ടിത്തെറിച്ചോ എന്നൊക്കെ ഒരാൾ ചോദിച്ചിരിക്കുന്നു. നിയമപ്രകാരം ഇന്നത്തെ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന് നിയമപരിരക്ഷയുണ്ട്. ആര് വരണമെന്ന് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ക്ഷേത്രം പബ്ലിക് പ്ലേസ് അല്ല, അവതാരകൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നു. ശ്രീ വരുൺ, ആര് വരണം എന്ന് തീരുമാനിക്കുന്ന ഒരു ദൈവവും ആ ദൈവത്തിൻ്റെ ഒരു ഭക്തനും തൻ്റെ മുന്നിലേക്ക് വരുന്നതിനെ എതിർക്കില്ല എന്നുള്ളതാണ്. അത് ഹിന്ദുമതത്തിൻ്റെ ഏത് വിശ്വാസം അനുസരിച്ചായാലും ആ ഒരു ദൈവവും അവരുടെ മുന്നിലേക്ക് ആരെങ്കിലും വരുന്നതിനെ, അവൻ അവർണനാണോ സവർണനാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് നോക്കിയല്ല ദൈവം തൻ്റെ ഭക്തരെ സ്വീകരിക്കുന്നത്. എല്ലാ ഭക്തരെയും ഒരുപോലെ കാണാനുള്ള വിശാല മനസ്ഥിതിയാണ് ദൈവത്തിനുണ്ടത് എന്നതാണ് പൊതുവായി ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ. അതിനെ എങ്ങനെ വല്ലാതെ ചെറുതാക്കി കളയരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ മോഹനൻ ES പറയുന്നു, മഠത്തിനും SNDP യോഗത്തിനും ക്ഷേത്രത്തിൽ മറ്റു ജാതിക്കാരെ ശാന്തിക്കാരായിട്ട് പോരെ മറ്റു നവോത്ഥാനങ്ങളെന്ന് പറയുന്നു. ശ്രീ മോഹനൻ, SNDP മഠത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി ഏതു ജാതിയിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുന്നതിന്, അവിടെ ശാന്തി പഠിക്കുന്നതിനും ഉള്ള സംവിധാനമൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പേ ആരംഭിച്ചതാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത് നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. കീഴുദ്യോഗസ്ഥൻ ഏത് ജാതിയായാലും ബഹുമാനിച്ചില്ലെങ്കിൽ വിവരമറിയുമെന്ന് സെബാസ്റ്റ്യൻ ചിറമൽ പറയുന്നു. യേശുദാസിനെ കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ഹിന്ദുവാണെന്ന് എഴുതി കൊടുക്കുന്ന ആർക്കും ക്ഷേത്രത്തിൽ കയറാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് എഴുതി കൊടുത്താൽ ഇപ്പോഴും ഒരുപാട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഈ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ കയറുന്നുണ്ട്. അങ്ങനെയൊന്നും കയറിയാൽ അവരെ ഒന്നും നോക്കാനുള്ള പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നും ഇല്ല, ഒരു സ്ഥലത്തുമില്ല. അങ്ങനെയൊന്നും കയറിയതുകൊണ്ട് ദൈവത്തിന് ഏതെങ്കിലും ചൈതന്യത്തിൽ കുറവുണ്ടായിട്ടുമില്ല. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് എഴുതി കൊടുത്ത് കയറേണ്ട ഒരാളല്ലല്ലോ ശ്രീ യേശുദാസ്. മാറാത്ത ആചാരങ്ങൾ പാടില്ല എങ്കിൽ സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ വിടുമോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ മോഹൻദാസ് വല്ലാത്ത ചോദ്യമായി പോയി കേട്ടോ. മോഹൻദാസ് സ്വന്തം കാര്യം വെച്ചിട്ടുള്ള ചോദ്യം എന്ന് എനിക്ക് മറുപടി പറയാനുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ചോദ്യമായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും പറയാമായിരുന്നു. ശിവഗിരി മഠാധിപതി AKG സെൻറ്ററിൽ നിന്നുള്ള ഉത്തരവല്ല പാലിക്കേണ്ടതെന്ന് ഗോപകുമാർ പറയുന്നു. AKG സെൻറ്ററിൽ നിന്നുള്ള ഉത്തരവല്ല ശിവഗിരി മഠാധിപതി ഇക്കാര്യത്തിൽ എന്തായാലും പാലിക്കുന്നത്. ശിവഗിരി മഠാധിപതി പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഉയർത്തിയ ദർശനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്. അന്ന് യാതൊരു സംശയവുമില്ല. അത് എത്രയോ ഒരു നൂറ്റാണ്ട് മുമ്പേ കേരളം പറയുകയും കേരളം ചർച്ച ചെയ്യുകയും ലോകം അംഗീകരിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ സമൂഹം രൂപപ്പെട്ടത് എന്നുകൂടി ആലോചിക്കണം.
യേശുദാസ് ഇത്രയും കാലം അവിടെ കയറിയിട്ടില്ല, പിന്നെ എന്തിന് നിങ്ങളിങ്ങനെ ചർച്ച നടത്തുന്നു? അതിൻ്റെ ഉള്ളിൽ കൊച്ചുകുട്ടികളെ പോലും ഇടയ്ക്ക് കയറ്റാറില്ല, മൂത്രമൊഴിച്ച് അശുദ്ധി വരുത്തുമെന്ന് പറഞ്ഞ്. അത് ദിവ്യ മംഗലത്താണ് പറയുന്നത്. ദിവ്യാമംഗലത്തെ എന്തുകൊണ്ടാണ് ചർച്ച നടത്തുന്നതിനുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനെയൊക്കെ എടുത്തു കളയേണ്ട സമയമായി എന്ന് പറയുന്നു. സതി ഒരു ആചാരമായിരുന്നു, മാറിയില്ലേ എന്ന് ഒരാൾ ചോദിക്കുന്നു. പാതി വഴി ജാതിവാൽ എന്നതാണ് അയാൾ പേരെഴുതിയിരിക്കുന്നത്, തെറ്റായ പേരാണെന്ന് തോന്നുന്നു. മാധവൻ നമ്പൂതിരി പറയുന്നു, ആചാരം മാറ്റുന്നത് പോലെ യേശുദാസിനെ ഹിന്ദുമതത്തിലേക്ക് മാറ്റാൻ താങ്കൾ ശ്രമിക്കും. അതെന്തിനാണ് ശ്രീ മാധവൻ നമ്പൂതിരി യേശുദാസിനെ ഹിന്ദുമതത്തിലേക്ക് മാറ്റുന്നത്? ഗുരുവായൂരപ്പനെ ഹിന്ദുമതത്തിലുള്ള ആളുകളെ മാത്രമേ കാണൂ എന്നുള്ള നിർബന്ധമല്ല ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ഗുരുവായൂരപ്പനെ ഇത്രയേറെ കോടിക്കണക്കിന് ആളുകളൊക്കെ ഭക്തരായുള്ള ദൈവമാണ്, അദ്ദേഹത്തെ ഇത്ര ചുരുക്കി കാണുന്നത് ശരിയല്ല ശ്രീ മാധവൻ നമ്പൂതിരി. യേശുദാസ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഫേമസ് ആവാത്ത എത്രയോ മുസ്ലിം ക്രിസ്ത്യൻ ആളുകൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുന്നുണ്ട് എന്നൊക്കെ ഈ കാലത്ത് ആർക്ക് അറിയാം? അതാരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് ഒരു ദിവ്യ മംഗലത്തിൻ്റെതാണ് ആ ചോദ്യം. ദൈവത്തെയും മതത്തെയും ആചാരങ്ങളെയും ജാതികളെയും ഒക്കെ സൃഷ്ടിച്ചത് മനുഷ്യരാണ്. ആ മനുഷ്യരുടെ തീരുമാനങ്ങളാണ് ഇതൊക്കെ, അതൊക്കെ മാറ്റണം എന്നുള്ള അഭിപ്രായം കൂടി വന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ കൃഷ്ണകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? യേശുദാസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ദൈവഭക്തനാണ് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന യേശുദാസിന്റെ അടുത്ത് കയറിക്കോളാൻ പറഞ്ഞാൽ പോലും കയറും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരാളുടെ വിഷയമല്ല, ഭക്തരായ എല്ലാവർക്കും കയറുമെങ്കിൽ അതിന്റെ അവസാനക്കാരനായി ഞാനും കയറും എന്നാണ് പറഞ്ഞത്. അല്ല സാറേ, വേറൊരു കാര്യമുണ്ട്. എല്ലാത്തിനും ഒരു നിയമങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു കാര്യം പറയാം, ഈ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് കുറെ ക്ഷേത്രങ്ങളുണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് കുറെ പള്ളികളുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്ക് മോസ്കുകൾ, അങ്ങനെ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ പറയുന്ന ദൈവം മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നാണ്. അപ്പൊ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമുക്ക് ദൈവത്തിന് അല്ല. അപ്പൊ ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ പള്ളിയിൽ പോകുമ്പോൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കും. നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ദേവാലയങ്ങൾ. നിങ്ങളൊരു കാര്യം ആലോചിച്ച്, ഹിന്ദു മതത്തിൽ പല സൈസ് ദേവാലയങ്ങളാണ്. ഇറച്ചി കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്, ഇറച്ചി കഴിക്കാതെ പോകാൻ പറ്റുന്ന ക്ഷേത്രമുണ്ട്. നമ്മള് അങ്ങനെ പല വ്രതം എടുത്തിട്ട് പോകേണ്ട ക്ഷേത്രങ്ങളുണ്ട്, വ്രതം എടുക്കാതെ പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ പല സൈസ് ക്ഷേത്രങ്ങളാണ്. അപ്പൊ അതിനാണല്ലോ നമ്മളൊരു നിയമം. നമ്മളിപ്പോ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ സാറിന്റെ വീടുണ്ട്, എന്റെ വീടുണ്ട്. ഞാൻ വന്നിട്ട് സാറിന്റെ വീട്ടിൽ എന്റെ വീട് പോലെ കയറി വരാൻ സാറ് സമ്മതിക്കോ? ഇത് അങ്ങനെ എന്റെയോ നിങ്ങളുടെയോ വീടല്ല. അങ്ങനെയാണ്. അതാണ് ദൈവത്തിന്റെ ഒരു ആലയമായിട്ടാണ് ഈ ദേവാലയങ്ങളൊക്കെ കാണുന്നത്. ആ ദൈവത്തിൽ വിശ്വാസമുള്ള എല്ലാവർക്കും കയറാൻ അനുമതി വേണം, അത്രേ ഉള്ളൂ സാറേ. എല്ലാവർക്കും ഉണ്ടല്ലോ ദേവാലയം, ഇല്ലേ? അങ്ങനെ മറ്റ് ഹിന്ദു ക്രിസ്ത്യാനികളോ മുസ്ലിമോ ആയ ആളുകൾ ഗുരുവായൂരപ്പനെ വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ടോ? യേശുദാസിന് പ്രാർത്ഥിക്കാൻ പോകാൻ വേറെ ദേവാലയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ട് അവിടെ കയറാൻ യാതൊരു മാർഗമില്ലെന്ന് യേശുദാസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അയാൾ പറഞ്ഞിട്ട് ഒന്നേ ഉള്ളൂ, എല്ലാവർക്കും പറ്റുന്ന അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ക്ഷേത്രത്തിൽ ഞാൻ കയറുന്നില്ല, എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കയറണം എന്നാലും പറഞ്ഞിട്ടുമില്ല. അയാൾക്ക് എല്ലാവർക്കും കിട്ടുന്ന അതെങ്ങനെ ഒരു മതത്തിൽ എങ്ങനെ എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുക? അതിനല്ലേ ഓരോ മതത്തിൽക്കും ഓരോ ക്ഷേത്രങ്ങളും ഓരോ ആരാധനാലയങ്ങളും കെട്ടിപ്പോക്കിയിരിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ ഇതേ അഭിപ്രായം തന്നെയാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വലിയ സമരങ്ങൾ നടന്ന കാലത്തും പറഞ്ഞത്. അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ശ്രീ കൃഷ്ണകുമാർ ഞാൻ പറയട്ടെ, അന്ന് പറഞ്ഞിരുന്നത് ഈ നാട്ടിലെ പറയർക്കും പുലയർക്കും ഈ നാട്ടിലെ ഈഴവർക്കും നായർക്കും ഒക്കെ വേറെ വേറെ ക്ഷേത്രങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ വേറെ ദൈവങ്ങളുണ്ടല്ലോ, നിങ്ങളൊക്കെ അവിടെ പോയിക്കോളൂ, എന്തിനാണ് നിങ്ങൾ ഇവിടെ വരുന്നത്, നിങ്ങൾ ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അതെല്ലാം ഹിന്ദു മതവിശ്വാസമാണല്ലോ. ആ ഹിന്ദു മതക്കാരെ അന്ന് കയറ്റിയിരുന്നില്ലല്ലോ. അല്ല, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ കയറണം എന്ന് പറഞ്ഞിട്ടാണോ അന്ന് ഇവരെയും കയറ്റിയിരുന്നില്ലല്ലോ, അന്ന് ഇത് അംഗീകരിച്ചിരുന്നില്ലല്ലോ. അതിനാണല്ലോ, അതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരമൊന്നുമല്ല, സമരം കൊണ്ടുണ്ടായതല്ല, അല്ലാതെ ആരുടെ സംസ്കാരം കൊണ്ടുണ്ടായതല്ല. ഇത് കേൾക്കൂ, വേണ്ട സമയത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള ആൾക്കാരുണ്ട് ഹിന്ദു മതത്തില്. കൃഷ്ണകുമാർ അന്ന് ആരും ചർച്ച ചെയ്ത് തീരുമാനിച്ചതല്ല ഈ ക്ഷേത്രപ്രവേശനം. അതുകൊണ്ടാണ് കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള സത്യാഗ്രഹങ്ങളുടെ ചരിത്രം അറിയില്ലേ? തോന്നുന്നുണ്ടോ യേശുദാസിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറിക്കോന്ന് പറഞ്ഞാൽ കയറുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുദാസിനല്ല, വിശ്വാസിയായ ആർക്കും കയറാനുള്ള അനുമതി നൽകണം. വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറിയിട്ട് അമ്പലം തകർത്തൂടെ? എന്തായാലും താങ്കളുടെ അഭിപ്രായം ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, താങ്കളുടെ അഭിപ്രായം വേഗത്തിൽ പറയാം. പറഞ്ഞു പോകാൻ ചിലപ്പോൾ പറ്റത്തില്ല, ഇടയ്ക്ക് കയറി കട്ട് ചെയ്യരുത്. എനിക്ക് 2-3 ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് നമുക്ക് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. കുഴപ്പമില്ല, എന്നാലും പ്ലീസ് പെട്ടെന്നൊന്ന് പറയാൻ ശ്രമിക്കാം. ഇപ്പൊ എനിക്ക് മക്കയിൽ പോകണമെന്നുണ്ട് ഹജ്ജിന്. ആ രാജ്യം അനുവദിക്കത്തില്ല, ആയിക്കോട്ടെ. ഞാൻ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് അല്ല ഇപ്പം മക്കയ്ക്ക് പോകുന്ന ഹജ്ജ് കമ്മിറ്റിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് അവരത് അക്സെപ്റ്റ് ചെയ്യും. നമ്പർ 1. നമ്പർ 2,
ഇവിടെ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ നാളെ ഇരുന്നുകൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങൾ ഇസ്ലാം മതം അക്സെപ്റ്റ് ചെയ്യൂ? പറ്റത്തില്ല. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞു ബിനോയ്. ശ്രീ അജയ്കുമാർ, ഈ ഹലാൽ ഭക്ഷണം കൊടുക്കുന്നത് മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ മാത്രമല്ല, ഹിന്ദുക്കളുടെ ഹോട്ടലിലും ക്രിസ്ത്യാനികളുടെ ഹോട്ടലിലും ഒക്കെ ഹലാൽ ഇറച്ചിയാണെന്ന് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കച്ചവടത്തിന് വേണ്ടി അവർ പലതും ഇതൊക്കെ ചെയ്യും. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഹലാൽ എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തല്ലോ കേരളത്തിലെ ഹോട്ടൽ നടത്തുന്നത്. സർട്ടിഫിക്കറ്റ് അല്ലെങ്കിലും അതിന്റെ എന്താണ് ദൈവിക വിജയമൊന്നുമല്ല. ഹോട്ടലുകൾ നടത്തുന്നതിനകത്ത് ഹലാൽ എഴുതി വെക്കുന്നതും ചിലർക്ക് ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് അവരും കൂടി കയറണം. അതിനുവേണ്ടി എഴുതി വെക്കും. അത്രേ ഉള്ളൂ. ഒരു ഹിന്ദുവിന്റെ ഷോപ്പിന്റെ മുമ്പിൽ ഹലാൽ എഴുതി വെച്ചാൽ അത് വഞ്ചനയാണ് ചെയ്യാനും. അതെങ്ങനെയാണ്? എത്രയോ ഹോട്ടലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഹോട്ടലുകൾ എഴുതി വെച്ചേക്കുന്നത്. എഴുതി വെച്ചോളൂ. അതൊരു ഹലാൽ ചെയ്യുന്നത് ഒരു മുസ്ലിം ആയിരിക്കണം. അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ അത് വേറെ ലെവലിൽ. ശരി, ഹോട്ടലൊന്നും ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല. ശ്രീ അജയ്കുമാർ, താങ്കൾ നാട്ടിലിറങ്ങി 10 ഹോട്ടലുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഈ ഓരോ നാട്ടിലും ഇപ്പൊ ഒരു അമ്പലത്തിൽ ഉത്സവം വരികയാണെങ്കിൽ അവിടെ ഇരുന്ന ഹോട്ടലുകൾക്കെല്ലാം പേര് ഹിന്ദു പേരിടും. പള്ളിയിലെ പെരുന്നാളാണെങ്കിൽ ക്രിസ്ത്യൻ പേരിടും, അല്ലെങ്കിൽ മുസ്ലിം പേരിടും. അതൊക്കെ സ്വാഭാവികമാണ്. ശ്രീ ബിനോയ് ആണ് തൃശ്ശൂരിൽ നിന്ന്. നമുക്ക് രണ്ടുപേര് കൂടിയുണ്ട്. സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ സമയം തരാമായിരുന്നു. ശ്രീ ബിനോയ്, താങ്കൾ വേഗത്തിൽ പറഞ്ഞോളൂ. ശ്രീ ബിനോയ് പറഞ്ഞോളൂ. ശ്രീ ബിനോയുടെ ടെലിഫോണിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ദീപക്കാണ് കർണാടകയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദീപക് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ ദീപക്, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. അതെ, കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതായത് യേശുദാസിനെ കയറ്റണോ വേണ്ട എന്നുള്ളതൊക്കെ പുള്ളിയുടെയും അതായത് അമ്പല കമ്മിറ്റികളുടെ അവരുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ അവരുടെ പ്രതിനിധികളും സംസാരിച്ച് എന്തുവാണെന്ന് വെച്ചാൽ തീരുമാനമാക്കട്ടെ. പിന്നെ ഇത് എന്ത് കാരണം കൊണ്ടാണ് കയറ്റണമെന്ന് താങ്കൾ പറയുന്നത്? കേരളത്തിന്റെ മതേതരത്വം കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് പറയുന്നത്? ഒരു ഭക്തനാണെങ്കിൽ ആ ഭക്തന് അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തെ ഇത് ഏത് ഭക്തന് കയറാൻ അദ്ദേഹത്തിന്റെ പള്ളി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്, കയറിയ പള്ളിയിൽ കയറി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? മതിയല്ലോ, പള്ളി കയറി പുള്ളി. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അവിടെ തന്നെ നിർബന്ധം പിടിക്കുന്നതിനാണ്. എന്റെ വീടിന്റെ അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, എനിക്ക് അവിടെ പോയാൽ മതി. ഗുരുവായൂർ എന്തിനാണ് പോകേണ്ടത്? രണ്ടിടത്തും ഒരേ ചൈതന്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഗുരുവായൂർ പോകേണ്ട, ഇവിടെ പോയാൽ മതി എന്ന് തീരുമാനിച്ചാൽ മതിയോ? അല്ലല്ല, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു സിമ്പിൾ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് കുറച്ച് നാളായിട്ട് കാണുന്നതാണ്. അതായത് ഹിന്ദുയിസത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും അതിനകത്തോട്ട് മതേതരത്വം കുത്തിക്കയറ്റും. അപ്പൊ എന്തോ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതമുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ മതേതരത്വം കുത്തിക്കയറ്റുമ്പോഴേ ഈ മതേതരത്വം നിലനിൽക്കേണ്ട സ്ഥലത്തോട്ട് മതവും ഇടിച്ചു കയറും. അത് ശരി, ഓക്കെ. നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് താങ്കളുടെ അഭിപ്രായം തുടരാൻ കഴിയാത്തത്. എന്തായാലും യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റണം എന്ന് തന്നെയായിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം. എന്നാൽ ചിലരെങ്കിലും അങ്ങനെ പറ്റില്ല, ഇത് ഹിന്ദുമതത്തിന്റെ ആചാരമാണ്, അതുകൊണ്ട് ആ ആചാരത്തിലൊന്നും കൈയടത്താൻ ആർക്കും കഴിയില്ല എന്നുള്ള മറ്റുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഇതിനെയൊക്കെ അവർണ ഹിന്ദുക്കൾ തമ്മിലുള്ള വലിയ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതല്ല എന്നൊക്കെ ഉയരോടുകൂടി വാദിച്ചവരുമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം തന്നെ ഇങ്ങനെയല്ല എന്നൊക്കെ വാദിച്ച ആളുകൾ അടക്കമുണ്ട്. അവരോടൊക്കെ കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ വായിക്കണം, കേരളത്തിൻ്റെ ചരിത്രം അറിയണം. എങ്ങനെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ഇന്ന് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സമൂഹമായി നിൽക്കുന്നത്? അതിനു പിന്നിൽ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പോരാട്ടങ്ങളുണ്ട്. അത് എല്ലാ മതത്തിൽപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പോരാട്ടങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളുണ്ട്, കേരള ജനങ്ങളുടെ പോരാട്ടങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.